പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ വൈകിയ വേളയിൽ ഈ മനോഹരമായ സായാഹ്നത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മാറ്റമില്ലാത്ത അവിടുത്തെ വചനം അറിയേണ്ടതിന്, അവിടുത്തെ ഹിതം അറിയേണ്ടതിന്, അവിടുത്തെ മനസ്സ് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും പൊഴിച്ചു തരുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ കർത്താവെ കീഴ്പ്പെടുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സംക്രമിച്ച് വെച്ച് കർത്താവെ ആ ഉള്ളറയിൽ കേട്ടതുപോലെ ഉള്ളത്തിൽ സംക്രമിച്ച് വയ്ക്കുന്ന കർത്താവ് ഇന്ന് രാത്രി കേൾക്കുന്ന വചനം, ഓരോ വചനങ്ങളും ഹൃദയത്തിൽ സംക്രമിച്ച് വെച്ച് ആ നിത്യത്തിലേക്ക് ഞങ്ങളുടെ യാത്രയെ സുഗമമാക്കുവാൻ, ആ യാത്രയ്ക്ക് ഞങ്ങൾക്ക് കർത്താവെ ആക്കം കൂട്ടുവാൻ തക്കവണ്ണം ഇന്ന് കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് കർത്താവെ അത് ഉപകാരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കർത്താവ് ദൈവരാജ്യം എന്ന് പറയുന്ന ഞങ്ങളുടെ ആ വലിയ ആ സുവിശേഷത്തോടുള്ള അതിനുള്ള ബന്ധത്തിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ അല്പം കൂടി വീണ്ടും പഠിക്കുവാൻ, ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വഴിയാത്രയായിരിക്കും ഞങ്ങളുടെ സഹോദരി സഹോദരൻ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് അങ്ങയുടെ വചനം പഠിപ്പാൻ തക്ക വേണം ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, ശാന്തമാക്കുവാൻ ഞങ്ങൾ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജോലി ഭാരങ്ങൾ, എല്ലാ ക്ഷീണങ്ങൾ, എല്ലാ ശരീര ബലഹീനകൾ, എല്ലാ കർത്താവെ എല്ലാ ക്ഷീണങ്ങളൊക്കെ മാറ്റി ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വചനം കേൾപ്പാൻ തക്ക വേണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കുന്ന വലിയ കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. നമ്മൾ തുടങ്ങി വരികയാണ്. അതിൽ രണ്ട് ഭാഗമുണ്ട് നമ്മൾ പഠിച്ചു. ഒന്ന്, നമ്മൾ ദൈവകുടുംബത്തിനകത്തൊരു ഹെവൻലി ഫാമിലി അല്ലെങ്കിൽ സ്വർഗീയ കുടുംബമുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചായിരുന്നു. രണ്ടാമത് നമുക്ക് അതിനകത്തൊരു ഗവൺമെൻറ് ഉണ്ടെന്ന് പഠിച്ചു നമ്മൾ, അല്ലേ? ദൈവരാജ്യത്തിനകത്ത് ഈ രണ്ടും കൂടി ചേർന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ് അകത്ത് നമുക്കൊരു വാഴ്ച ഉണ്ടെന്നും കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:28 വാക്യത്തിൽ, അല്ലേ, നിങ്ങൾ സന്താനപുഷ്ടികളായി പെറ്റുപെരുകി അടക്കി വാഴുക എന്ന് പറഞ്ഞ ആ മനോഹരമായ വാക്യങ്ങളൊക്കെ നമുക്ക് ബാക്കി കിടക്കുക. ഇന്ന് പൂർണ്ണമായിട്ടില്ല. മനുഷ്യൻ്റെ പാപനിമിത്തം അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്കിന്ന് നാലാമത്തെ കാര്യമായ അടക്കുകയാണ് നമ്മുടെ ഈ ആയുസ്സിൽ. അതിനുശേഷം നമുക്ക് വാഴ്ച ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. പണ്ട് നമ്മൾ ബൈബിൾ ഇവിടുത്തെ സൺഡേ സർവീസിന് അല്പമായിട്ട് എടുത്താണ്. എന്നാലും അതിൽപ്പെടാത്ത പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കും. പലതൊക്കെ പഠിച്ചതൊക്കെ വിട്ടുകളയും നമുക്ക്. അതുകൊണ്ട് ആർക്കെങ്കിലും കൂടുതലായി പഠിക്കണമെങ്കിൽ പഴയ ക്ലാസ് കേട്ടാൽ മതി. നമ്മുടെ യൂട്യൂബിലുണ്ട്, അത് കേട്ടാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ ഗവൺമെൻറ്, ദൈവിക ഗവൺമെൻറ്റിൽ ദൈവരാജ്യത്തിനകത്ത് ഒരു ഗവൺമെൻറ് ഉണ്ട്. അതിനകത്ത് നമുക്കൊരു വാഴ്ച ഉണ്ടെന്ന് കാര്യം മറന്നു പോകരുത്. നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒരു വാഴ്ച വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച വിദ്യാഭ്യാസം, അതിനനുസരിച്ച എല്ലാ കാലിബർ നമുക്ക് എല്ലാം ആവശ്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ നമുക്കൊരു വാഴ്ച അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ കളക്ടർ ആകണമെങ്കിൽ നമുക്ക് ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. കർത്താവ് വഴുത്തലക്കൽ നിന്നും, അല്ലേ, എന്താ പറയുക, മുടന്തരെയും അന്ധരെയും ബലഹീനയും ഈ പറഞ്ഞതുപോലെ ആശയറ്റവരെയും എന്താ പറയുക ഇല്ലാത്തവരായ നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചിട്ട് ഇന്ന് നമ്മളെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കുക, അല്ലെ, ബലവാനാക്കിക്കൊണ്ടിരിക്കുക നമ്മളെ, അല്ലേ? അതാണ് ഏറ്റവും വലിയ ലഭിച്ച കൃപ. നമ്മളെ എല്ലാം തികഞ്ഞവരായിട്ട് വിളിച്ചതല്ല, ഒന്നുമില്ലാത്തവരായി നമ്മൾ വിളിച്ചിട്ട് അവൻ നമുക്ക് പതിയെ പതിയെ ബലം നൽകുകയാണ്. എങ്ങനെയാണ് ബലം ലഭിക്കുന്നത്? നമ്മൾ ആരെന്നുള്ള വെളിപ്പാടിനായിട്ട്. നമ്മൾ ആരാണ് ക്രിസ്തുവിൽ എന്നൊരു വെളിപ്പാട് നമുക്ക് ദൈവം നമുക്ക് എന്തൊക്കെ വെച്ചിട്ടുണ്ട്, ആ അവകാശത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നമുക്കിതെല്ലാം ലഭിക്കുന്നത്. അല്ലാതെ ആർക്കും ലഭിക്കത്തില്ല. എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരാണെന്നും ലോകത്ത് എത്ര വലിയ അറിവും ജ്ഞാനമുള്ളവരാണെങ്കിലും ഈ ക്രിസ്തുവിനെ കുറിച്ച്, നമ്മുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ലെങ്കിൽ അത് ആ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല. എന്നാൽ ക്രിസ്തുവിൽ വരുമ്പോൾ ഒന്നുമില്ലാത്തവരെ, ആശയറ്റവരായി നാം ക്രിസ്തുവിൽ വരികയാണെങ്കിൽ, അവൻ്റെ ആത്മാവിന് കീഴ്പ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ വാഴ്ചയിലേക്ക് അവൻ നമ്മളെ അധികാരത്തോടെ പണിതെടുക്കുക എന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ഒരു ക്വാളിറ്റിയും വേണ്ട. നമുക്കൊരു എന്താ പറയുക, ഒരു ദാഹമുള്ള ഹൃദയം മാത്രം മതി. കർത്താവ് നമ്മെ പണിതെടുത്തോളും. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ? എത്രയോ ഇവിടെ ആന്ധ്രാപ്രദേശ് തലത്തിലെ പേര് മറന്നുപോയി. അവിടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ എക്സ് കളക്ടറും അവിടുത്തെ ചേട്ടൻ അവിടുത്തെ കളക്ടറാ, അനിയത്തി ഞങ്ങൾ ഭാവി ക്ലാസ്സൊക്കെ വന്നിട്ടുണ്ട്, എക്സ് MLA വന്നിട്ടുണ്ട്. അവർക്ക് അറിവില്ലാത്ത ആൾക്കാരൊക്കെ, അറിവുള്ള ആൾക്കാരെല്ലാവരും. പക്ഷേ നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് പഠിക്കണമെങ്കിൽ കർത്താവ് നമ്മളെയൊക്കെ, അല്ലേ, ഒന്നുമില്ലാത്ത ഒരു ഗുണമില്ലാത്ത നമ്മളെയൊക്കെ കർത്താവ് നൽകിയത്, അവരുടെ ജ്ഞാനം നൽകി. ആ ജ്ഞാനമാണ്, അല്ലെങ്കിൽ അധികാരം നൽകിയതാണ് നമുക്കിന്ന് അവരെ മുമ്പിൽ പ്രസംഗിക്കാൻ കിടയായിരുന്നു. എത്രയോ ഡോക്ടർമാരുടെ മുമ്പിൽ, എത്രയോ എന്താ പറയുക, MBയുടെ മുമ്പിൽ പോലും നമുക്ക് ക്ലാസ് എടുക്കാൻ
സാധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകുന്നു. ആ ഗവൺമെൻറ്റിനകത്ത് നമുക്കൊരു വാഴ്ച ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം പഠിച്ച എൻ്റെ കിരീടധാരണ ദിവസത്തെക്കുറിച്ച് നമ്മൾ ഹെഡിങ്ങിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓടിച്ചു വിടുകയാണ്. ജയിക്കുന്നവൻ എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്ന കർത്താവ് വിളിച്ച വിളി ആ സ്വർഗീയ പർദീസയിലേക്ക് എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഒരേ സിംഹാസനത്തിലേക്ക് അവൻ്റെ മക്കളാണെന്ന കാര്യം നാം മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. ആ സ്വർഗീയ സിയോനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കും. കർത്താവ് അനുവദിച്ചാൽ, വരാൻ വൈകിയാൽ എന്നെങ്കിലും കർത്താവ് അനുവദിച്ച് സ്വർഗീയ സിയോനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കും. ആ സിയോണിലേക്കാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്, അല്ലേ? അത്ര പരമവിളിയാണ്. അപ്പം അതുകൊണ്ട് പുതിയ ഭൂമി പുതിയ ആകാശമൊന്നുമല്ല നമ്മുടെ വിളി അങ്ങ് ഉയരങ്ങളിലേക്ക് തന്നെയാണ്. എവിടെയാണ് നമ്മുടെ കർത്താവ് ജയിച്ച് എവിടെ ആയിരിക്കുന്നുവോ അവിടെയാണ് ഞാനും നിങ്ങളും ആയിരിക്കേണ്ടതും. അവിടെ തന്നെയായിരിക്കും ആയിരിക്കേണ്ടത് എന്ന കാര്യം മറന്നു പോകരുത്. കർത്താവ് നമുക്ക് മുമ്പേ പോയത് വഴിയൊരുക്കി തരാൻ വേണ്ടിയാണ്. ആ കർത്താവിനെ പാതകൾ പിന്തുടർന്ന് പോയാൽ നമുക്ക് എത്തേണ്ട കറക്റ്റാ സ്വർഗീയ സിയോന്റെ പടിവാതത്തിൽ നമുക്ക് പോയെത്തും. വേറെ ഒരു റൂട്ട് മാപ്പോ അല്ലേ, നമുക്ക് ഗൂഗിൾ മാപ്പോ നമുക്കൊന്നും ആവശ്യമില്ല. ആ കർത്താവിന്റെ കാൽപാദങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവനെ ഒന്ന് പിന്തുടർന്ന് നോക്കിയേ നമ്മൾ എത്തേണ്ട ആ സിയോന്റെ പടിവാതക്കൽ പോലും ഒരു ദിവസം ഞാനും നിങ്ങൾ അപ്പ എന്ന് വിളിച്ച് പറഞ്ഞ ദിവസം ഉണ്ടാകും. വേറെ ഒരിടത്ത് തെറ്റിപ്പോകത്തില്ല നമ്മൾ. ഞാൻ പറയാൻ മനസ്സാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് മറന്നു പോകരുത്. ഒരുപാട് കാര്യം പഠിച്ചതാണ്. ദൈവം നമ്മളെ പലപ്പോഴും മലയാളം ബൈബിളിൽ രാജ്യവും പുരോഹിതന്മാരുമായി വിളിക്കുമ്പോൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. യേശു ആത്മമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ കർത്താവ് ഇപ്പോൾ രാജാവായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? കാഴ്ച ഞാൻ ഈ ചോദ്യം ചോദിച്ചതാ. കർത്താവ് രാജാവായിരിക്കുന്നു സ്വർഗീയ സിയോണിൽ, ഭൂമിയിലല്ല, സ്വർഗീയ സിയോണിൽ രാജാവായിരിക്കുന്നു. എങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും? ഇതേ ചോദ്യം ഞാൻ കഴിയാഴ്ച ചോദിച്ചപ്പോൾ എല്ലാവരും മേലോട്ട് നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ദാനങ്ങൾ ലഭിച്ചു. മറന്നു പോകരുത്. അത് ഒരുപാട് ഉപമകളായിട്ട് പഠിച്ച കാര്യമാണ്. ദാനങ്ങൾ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. ഇവിടെ ദാനങ്ങളില്ലാത്ത ഒരാൾ പോലും ഇന്ന് ദൈവസഭക്കകത്തില്ല. എല്ലാവർക്കും ഓരോ ശരീരത്തിന് അവയവമാണെങ്കിൽ ഓരോ അവയവത്തിന് ജോലി ഉണ്ടെങ്കിൽ ജോലിയില്ലാത്തൊരു അവയവം ഇല്ലല്ലോ. കരിങ്കല്ലി വലിക്കുന്ന ഒരവയവം നമുക്കില്ല. അങ്ങനെയെങ്കിൽ ഏത് അവയവത്തിനും ക്രിസ്തുവിലിരിക്കുന്ന ഈ ഓരോ അവയവത്തിന് എന്തെങ്കിലും ജോലിയില്ലാതെ, അല്ലെങ്കിൽ കൃപാവരമില്ലാതെ, അല്ലെങ്കിൽ ദാനമില്ലാതെ, അല്ലെങ്കിൽ അല്ലേ ആത്മാവിൻ്റെ ആത്മാവിൻ്റെ വരമില്ലാതെ ഒരാളും ഇവിടെ ഇല്ല എന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് സിയോണിലെ രാജാവായതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ, അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, അല്ലേ? നമുക്ക് ദാനം ലഭിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൻ സിയോണിലെ രാജാവായത് കൊണ്ടാണെന്ന് കാര്യം മറന്നു പോകരുത്. ഇടയ്ക്കൊക്കെ പറയണമേ. നമ്മൾ ഈ സത്യമുണ്ടല്ലോ, ഞാനീ പറഞ്ഞ വെളിപ്പാട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ മർമ്മമുണ്ടല്ലോ. എന്നെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾ ഞാനീ പറഞ്ഞ ഒറ്റ വാക്ക് വിട്ടതാ. ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായി സിയോണിനെ കുറിച്ച് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. നമ്മുടെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവാണെന്ന് നിങ്ങൾ മുമ്പിൽ വരുന്നിരിക്കുന്ന ഭൂതമാവട്ടെ, പിശാചാകട്ടെ, ഏത് രോഗമാകട്ടെ എന്നൊന്നും നിങ്ങൾ അവന് മുമ്പിൽ പോയി പറയാം. ഞാൻ എൻ്റെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവാ, അവൻ്റെ മകനാണെന്ന് പറഞ്ഞു നോക്കി പിശാചുകൾ കിടുകിട വരക്കും. കാരണം ഇത് വെളിപ്പാടാകും, ഉന്നതത്തിലെ വെളിപ്പാടാണ്. ഇത് എത്ര പേർക്ക് ഗ്രഹിച്ചോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇത് ഉന്നതങ്ങളിലെ വെളിപ്പാടായത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? എനിക്കറിയില്ല എത്രമാത്രം പിടിച്ചെന്നതിൻ്റെ അത്രയ്ക്കും ആഴമേറിയ വെളിപ്പാടാണത്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിക്കുമ്പോൾ, ഭൂതങ്ങളാവട്ടെ രോഗത്തോടെ കൽപ്പിക്കുമ്പോൾ സംഭവിച്ചിരിക്കും. അതെന്ന് അറിയാമോ? വെളിപ്പാടാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിൻ്റെ പിശാചുകൾ കിടുകിട വിറക്കും. എടുക്കാവുന്നവർ അങ്ങ് എടുത്തു വെച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഈ വെളിപ്പാട്, എൻ്റെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവായിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? അവൻ എനിക്ക് ദാനങ്ങളെ നൽകിയിരിക്കുന്നു. ഇവിടെ നിൽക്കുന്നത് പോലും അവൻ്റെ ദാനമാണ്, അല്ലേ? അത് ഉറപ്പാണ് നമുക്കല്ലേ? അങ്ങനെയെങ്കിൽ എത്രയോ ഉപമകളിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പണ്ടൊക്കെ തെളിയിച്ചതാ. അത് നിങ്ങൾക്ക് പഴയ ക്ലാസ് ചേർത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ആഴങ്ങളിൽ ഇത് പഠിക്കാൻ കഴിയും. ആ വെളിപ്പാട് എൻ്റെ നിങ്ങളുടെ അകത്ത് വന്നാലുണ്ടല്ലോ ഒരു ഭൂതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. നിങ്ങളുടെ മിനിസ്ട്രികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തിന് പ്രസാദകരമായി മനുഷ്യർക്ക് സഹായമായുള്ള ഒരു മിനിസ്ട്രി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മറന്നു പോകരുത്. വാക്യം മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് സ്വർഗീയ സിയോണിലെ രാജാവാണ്. അവൻ്റെ ദാസന്മാരാ ഞാനും നിങ്ങളെല്ലാവരും. ആ വാക്യം വളരെ അർത്ഥവത്തായ വാക്യമാണ്. ഞാൻ വിട്ടുപോകുന്നു. എന്നിട്ട് പറഞ്ഞു, ഭൂമിയിൽ കർത്താവ് ഇന്ന് രാജാവായിട്ടില്ല. 7ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ നമ്മുടെ കർത്താവ്, അല്ലേ? 7 മുദ്രകളുണ്ട്. അതിനുശേഷം 7 കാഹളങ്ങൾ പൊട്ടിക്കും. അതിൽ 7ാമത്തെ കാഹളം പൊട്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ കാഹളം ഊതുമ്പോൾ, അവിടെ നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് ഭൂമിയിലേക്ക് രാജാവായി കടന്നു വരുന്ന അനുഭവമാണ്.
പിന്നീട് വെളിപ്പാട് ദിവസം 16-ാം അധ്യായം മുതൽ നമുക്ക് താഴേക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്നാണ് 7 കലശങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇതായിട്ട് ഒരു ബന്ധമില്ല, അത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും വെളിപ്പാട് ദിവസം പഠിപ്പിക്കാൻ കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ആഴമായി പഠിക്കും. ഞാൻ വിട്ടുപോകുന്നത്. അപ്പോൾ എന്തുവാകട്ടെ, 7-ാമത്തെ കാഹളം ഊതുമ്പോൾ ആ നാദത്തിന്റെ കാലത്ത് മർമ്മം തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുന്നു. അല്ലേ? നമ്മുടെ എന്താ നിവൃത്തിയായത്? നമ്മുടെ കർത്താവ് ഭൂമിയിൽ രാജാവാകുന്നു. സന്തോഷമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആർക്കും. നമ്മുടെയൊക്കെ ഉള്ളം തുടിക്കുക. നമ്മുടെ കർത്താവ് രാജാവാകുമ്പോൾ അന്ന് എൻ്റെയും നിങ്ങളുടെയും രാജവാഴ്ചയാ. ആണല്ലോ. അതിന് 7 വർഷം മുമ്പേ നമ്മൾ ഇവിടുന്ന് അപ്രത്യക്ഷമാവും. ഇന്ന നിപ്പിൽ ഇതൊക്കെ ഊരിട്ടിട്ട് നമ്മൾ കടന്നു പോകും. പുതിയ അല്ലെ മനോഹരമായ നശിക്കാത്ത പുനരുദ്ധാന ശരീരത്തിൽ നമ്മൾ കടന്നു പോകുകയാണ്. നമ്മൾ വിട്ടുപോകുകയാണ് നമ്മൾ. അതൊക്കെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഓർത്തു പഠിക്കതൊക്കെ. ഞാൻ പറഞ്ഞത് വെറുതെ വന്ന് പോയിട്ട് കാര്യമില്ല. നമ്മുടെ പ്രത്യാശ അതാ. നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടാൽ മുഴുവൻ എന്താ പറയുക, വേദോസിൽ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റവും എന്താ പറയുക, ഒരു മാലയിൽ കോർത്ത് വെച്ചതുപോലെ, മുത്തുകൾ ഓർത്ത് വെച്ചതുപോലെ ക്ലാസ്സുകൾ നമുക്ക് ഒന്നിനോട് എതിർക്കത്തുമില്ല. പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചേർത്ത് പഠിച്ചോ. എല്ലാ വെളിപ്പാട് മിക്കവാറും എല്ലാ വെളിപ്പാട് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട് നമുക്ക് തന്നു. അത് ഞാൻ വിട്ടുപോകുന്നു. വെളിപ്പാട് 15 പറഞ്ഞു, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ആയിരിക്കുന്നു എന്ന് നേക്ക് വാഴുമെന്ന് നമ്മൾ പഠിച്ചത് വിട്ടുപോകുന്നു കേട്ടോ. നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഹല്ലേലൂയ. വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 6 മുതൽ 8 വരെ പഠിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. കർത്താവ് ഹല്ലേലൂയ, നമ്മുടെ ശക്തിയുള്ള നമ്മുടെ കർത്താവ്, ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. എവിടെയാണ് രാജ്യത്വം ഏറ്റത്? സിയോണിലേക്കൊന്നും കൈ പൊക്കല്ലേ. നമ്മുടെ കർത്താവ് എവിടെയാ രാജ്യത്വം ഏറ്റത്? എത്ര വാക്യങ്ങളാണ് പഠിപ്പിച്ചത് നോക്കി. 16-ാം അധ്യായം 10-ാം വാക്യം, 10-ാം അധ്യായം 11-ാം അധ്യായം 19-ാം അധ്യായം, ഇഷ്ടംപോലെ വേറെയുണ്ട്. എവിടെയാ നമ്മുടെ കർത്താവ് രാജ്യത്വമേറ്റത്? എന്തേ നിങ്ങളെ എന്നെ വിഷമിപ്പിക്കില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ കംപ്ലൈന്റാ. പറ. നമ്മുടെ പിതാവ് സ്വർഗത്തിലെ ഇന്ന് സിയോണിലെ രാജാവാണെന്ന് കാര്യം നമുക്കറിയാം. ഉറപ്പല്ലേ? എങ്ങനെ മനസ്സിലായി? ദാനങ്ങളെ കിട്ടിയിരിക്കുന്നു. വാക്യം ഈ പറഞ്ഞ എല്ലായിടത്തും വെളിപ്പാട് 19-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടത് നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. എവിടെയാ രാജ്യത്വം ഏറ്റത്? പറങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞത് എവിടെയാ? ഭൂമിയിൽ. അയ്യോ, ഇതല്ലേ നമ്മുടെ പ്രത്യാശ. ഞാൻ വിട്ടുപോകരുത് നിങ്ങൾ. ഇതൊക്കെ നമ്മുടെ അകത്തേക്ക് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. റെക്കോർഡുണ്ട്, നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഇതൊക്കെ വളരെ അപൂർവമായ, ഞാൻ പറയുന്നത് യൂട്യൂബ് നോക്കിയാൽ നീ കാണാൻ കിട്ടത്തില്ല. ഇത് നിങ്ങൾ ഒന്ന് കേട്ട് പഠിക്കാൻ മനസ്സ് വെച്ചാൽ, നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ പോയപ്പോൾ പിതാവ് അവനെ മാനിച്ചു, സിയോണിലെ രാജാവാക്കി വാഴിച്ചു. എങ്ങനെ നമുക്ക് മനസ്സിലായി? അവൻ നമുക്ക് സഭയ്ക്ക് ദാനങ്ങളെ നൽകി. എല്ലാ കൃപാവരും എന്തെങ്കിലും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഞങ്ങൾക്കില്ല. ഉറപ്പല്ലേ? ഇത് നിങ്ങൾ കേൾക്കുന്നത് ഞാനിവിടുത്തെ വെറുതെ ഞാൻ പറയും എവിടെ സ്കൂൾ പഠിച്ചതോ കോളേജിൽ പഠിച്ചതോ വീട്ടിൽ MTech പടിവാതിൽ പോലും പോയിട്ടില്ല ഞാനൊന്നും. ആകെയുള്ള കർത്താവിന് തന്നെ കുത്തിയിരുന്ന് പഠിച്ചു. കുറേ പുസ്തകങ്ങൾ റെഫർ ചെയ്തു. കുറേ ദിവസന്മാരോടൊക്കെ കാലിൽ പോയി ഇരുന്ന് കുത്തിയിരുന്ന് ചോദിച്ചും വായിച്ചൊക്കെ പഠിച്ചു. ഇത്രയൊക്കെയോ നമുക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെ നിന്ന് കിട്ടിയതാ? അവിടെ നിന്ന് എനിക്ക് നമുക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ. കാരണം അവൻ രാജാവായതുകൊണ്ടാ. എന്നാൽ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്നറിയാമോ? 10-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ കാഹളമൂതനം ഊതിയോ? നമ്മൾ ദിവസം ഊതുന്നുണ്ട്, വേറെ കാര്യമല്ലേ. കാഹളം ഊതിയോ? അതിന് കുറച്ച് ദിവസം അതിന് കുറച്ച് മുമ്പേ ഒരു 7 മുദ്രകൾ പൊട്ടിക്കണം അല്ലേ? 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ള കുതിരപ്പുറത്ത് ഒരുത്തൻ ഇങ്ങനെ അങ്ങ് കടന്നു വരും. ഒന്നും പേടിക്കരുത്. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അല്പമായി ഇന്ന് സംസാരിക്കുന്ന സമയമുണ്ടെങ്കിൽ അത് അല്ലേ. ഓൾറെഡി ഇവിടെ എല്ലാം കഴിഞ്ഞ് എല്ലാം വന്നിരിക്കുക. ഇപ്പൊ ആ വെള്ളക്കുതിരപ്പുറത്ത് കടന്നു വരാൻ ഒരുത്തിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതെപ്പോഴാണെന്നറിയാമോ? അതിന് ശേഷമാണ്, ആ സമയം മുതലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലേ. അതിൻ്റെ 7 മുദ്രകൾ പൊട്ടിച്ച് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളങ്ങൾ ലഭിക്കും. 7 കാഹളത്തിൽ ഒടുവിൽ കാഹളം ഊതുമ്പോൾ, 7-ാമത്തെ കാഹളം ഊതുമ്പോൾ നമ്മുടെ കർത്താവ് വിശുദ്ധന്മാരുമായി ആരാ വിശുദ്ധന്മാര്? ദൂതന്മാരല്ലേ. പിന്നെ ആരാ? ഉറപ്പിച്ചു പറയാങ്ങട്. നമ്മൾ ഇവിടെ നിന്ന് പോയ നമ്മൾ 7 വർഷം കഴിഞ്ഞ് താഴേക്ക് അവരോട് ഇറങ്ങി വരുമ്പോൾ അന്ന് കർത്താവിനൂടെ നമ്മൾ രാജാക്കന്മാരായിട്ട് ഈ ലോകത്തിൽ വാഴാൻ പോവുകയാണ്. നിങ്ങൾ ഇടകൊക്കെ സ്വപ്നം കാണട്ട. നടക്കില്ല വേറെ കാര്യം. എന്നാലും എനിക്ക് മോഹ അങ്ങ് സ്വപ്നം കാണുന്നേ. ഒരു മലയോളം പണ്ട് കർത്തന്മാർ പറയാറില്ലേ? ഇതൊന്നുമല്ല, ഇത് വിശ്വാസപ്ര. അത് ഞാൻ ചുമ്മാ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊരു നുള്ളു വിശ്വാസം മതി കർത്താവ് നമ്മെ കൊണ്ടുപോകാനായിട്ട്. അത് യഥാർത്ഥമായ വിശ്വാസമാണെങ്കിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ കർത്താവ് രാജാവാകാൻ പോയിട്ടുള്ളൂ. രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ ദൂരയാത്ര
പോയിരിക്കുന്നു. എവിടെയാ? ലൂക്കോസ് 19 അധ്യായം 11 മുതൽ 27. പണ്ട് പഠിച്ചതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ വിട്ടുപോകുന്നത് അല്ലേ. കുലീനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയി. ദാസന്മാരെ വിളിച്ചു, 10 പേരെ വിളിച്ചു. 10 പേർക്ക് ഓരോ രാത്രി കൊടുത്തു. ഞാൻ വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. കർത്താവ്, ആ യജമാനൻ കുലീനായ മനുഷ്യൻ പോയിട്ട് മടങ്ങി വന്നു. ആ കുലീനായ മനുഷ്യൻ ആരാണ്? യേശുക്രിസ്തു. അവൻ പോയിരിക്കുക, മടങ്ങി വന്നിട്ടില്ല. മടങ്ങി വരാൻ സമയമായി, ഒട്ടും താമസമില്ല. നമ്മുടെ യുഗത്തിൽ വിടുന്ന അത്രയുള്ള പ്രായമുള്ള ആരും ഇവിടെ ഒന്നുമില്ല. കർത്താവ് വന്നിരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ. ലോകം അത് മുഴുവൻ വിളിച്ചു പറയുക. ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരു 1-2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് അടിച്ച് ലാപ്ടോപ്പ് അടിച്ച് കയറ്റിയതാണ്. പക്ഷെ എന്നാലും 2-3 ക്ലാസ്സുകൾ എടുക്കും നമുക്ക്. ഈ ലോകത്തിൽ മുഴുവനും ഇന്ന് കണ്ടുവരുന്ന മുഴുവനും ഈ പ്രശ്നങ്ങളും, ഫലസ്തീനും ഇസ്രായേലിലെ പ്രശ്നങ്ങൾ മുഴുവനും 2 കുടുംബങ്ങൾ, 2 ഗോത്രങ്ങൾ തമ്മിൽ അടിയാ. അടി തുടങ്ങിയത് ഇന്നലെ ഇന്നോ ഈ ഗാസ പ്രശ്നമോ മറ്റേ പാലസ്തീൻ പ്രശ്നമോ ഒന്നുമല്ല. അടി തുടങ്ങിയിട്ട് 2500 അല്ലേ, യേശുക്രിസ്തുവിനെ 1500 മുമ്പേ, വർഷം മുമ്പേ, അതായത് 3500 വർഷമായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയ അടിയാണത്. ആരാ അത്? പറ. ഏശാവും യാക്കോബും എന്നുള്ള അടി തുടങ്ങിയതാ. ആ അടിയാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആഴമായി എടുക്കുന്ന ആഗ്രഹമുണ്ടെന്ന് ഞാൻ പഠിച്ചൊക്കെ ലാപ്ടോപ്പ് അടിച്ച് കയറ്റിയിട്ട്, പക്ഷെ നല്ല മനസ്സങ്ങ് വരുന്നില്ല. കർത്താവ് സമ്മതിക്കുന്നില്ല, എന്തോ സമയമായിട്ടിരുന്നോന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന ഒരു ലോകം അതിന്റെ സമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയത് എല്ലാം. ഇതെല്ലാം ഈ പുസ്തകത്തിലുള്ള കാര്യമാണ്. ഇത് വെറുതെ അവിടെ നിന്ന് ഇവിടുന്ന് എന്താ പറയുക, ഈ കബഡി നിർത്തി ഉണ്ടാക്കുന്ന പരിപാടിയല്ല ഇത്. നമ്മുടെ വേദപുസ്തകം എടുത്തു വെച്ച വാക്യങ്ങൾ, അതാ ഞാൻ കാണിച്ചു തന്നത്. ഈ വാക്യങ്ങളിലെ വേദപുസ്തക വാക്യങ്ങളാണ്. ഇതെല്ലാം നമ്മളെ ഒന്നിലേക്ക്, നമ്മുടെ കിരീടധാരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ദിവസമുണ്ട്. അന്ന് നമ്മുടെ എല്ലാം കണക്ക് ചോദിക്കുക. നമുക്ക് എല്ലാവരുടെ കയ്യിലും ഓരോ തളർന്നുള്ളവർ ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. പക്ഷെ എത്ര പേർ വ്യാപാരം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണടച്ച് കളയേണ്ടി വരും പലപ്പോഴും. കർത്താവ് വന്നു ചോദിച്ചു, നിന്റെ സഭയിൽ ആരൊക്കെ വ്യാപാരം ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറയും, കണ്ണടച്ച് മൗനമായിട്ടിരിക്കും ഞാൻ. എന്തുമാകട്ടെ എന്തുമാകട്ടെ. അതുകൊണ്ട് കർത്താവ് രാജ്യത്വം പ്രാപിച്ചിട്ട് പോയിട്ട് മടങ്ങി വരാൻ വേണ്ടി പോയിരിക്കുന്നു. ഒരു ദിവസം മടങ്ങി വരുന്ന കാര്യം മറന്നു പോകരുത്. അതിന് 7 വർഷം മുമ്പേ അവൻ വിശുദ്ധന്മാരെ ചേർത്തിട്ട് പോകും. 7 വർഷം ആകാശമണിയറയിൽ, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ആകാശമണിയറയിൽ 7 ദിവസം മണവാളിലൂടെ മണവാട്ടി മണിയറയ്ക്കകത്തായിരിക്കും. ഭൂമിയിൽ കൊടിയ യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും പേമാരികളും അല്ലേ ക്ഷാമങ്ങളൊക്കെ ആയിരിക്കും. ഭൂമി മുഴുവനും കിട്ടുകിടാ വറക്കുമ്പോൾ ആകാശ മണിയറയിൽ ഒരു വിവാഹം കഴിഞ്ഞ് പെണ്ണും ചെക്കനും ഒരു മണവാട്ടി മണിയറയിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ആ ക്രിസ്തുവിനോട് കൂടെ 7 വർഷം മണിയറയിലായിരിക്കും. അതിനുശേഷമാണ് കർത്താവ് നമ്മെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ കാന്തി എന്ന് പറഞ്ഞ് മുഖം മൂടി മാറ്റി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ആഴമായ ക്ലാസ് ഉണ്ട്, മനോഹരമായ ക്ലാസ്. നമ്മുടെ ഉള്ളങ്ങൾ തുടിക്കും, നമ്മുടെ ആത്മാവ് അകത്തെ മനുഷ്യങ്ങനെ തുടിക്കുന്ന പ്രത്യാശയുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്തുമാകട്ടെ, അപ്പോൾ കർത്താവ് പോയി 7 വർഷം കഴിഞ്ഞ് മണിയറയിൽ നിന്ന് വീണ്ടും 7 വർഷം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒലിമലയിൽ വിള്ളലൊക്കെ വീണെന്നൊക്കെ നമുക്ക് ചരിത്രം പഠിപ്പിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കർത്താവ് വരുമ്പോഴാണ്, അന്നാണ് ഈ ഭൂമിയെ വീണ്ടും പുതുക്കി പണിതിട്ട് 1000 വർഷം നമ്മൾക്ക് ഇവിടെ നമ്മുടെ കർത്താവ് രാജാവായിട്ട് ഈ ഭൂമിയെ വാഴുന്നതും അവരോടുകൂടി നമ്മൾ രാജാക്കന്മാരായി 5 പട്ടണത്തിനും 10 പട്ടണത്തിനൊക്കെ അവകാശിയായി തീരുന്ന കാര്യം മറന്നു പോകരുത്. ഇത്ര മനസ്സിലായോ? ഇനി വിട്ടുപോകില്ലല്ലോ. ഇനി അടുത്ത മാസം ഇന്ന് വന്ന് ചോദിച്ചത് അല്ലേ, ഹൃദയത്തിൽ കയറ്റി നമുക്ക്. ഞാൻ പറയും, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതൊക്കെ അകത്ത് സംഗ്രഹിക്കാൻ വേണ്ടിയത്, നമ്മൾ കേട്ട് ഇതിലൂടെ വിടാൻ വേണ്ടിയില്ല, അകത്ത് സൂക്ഷിക്കാൻ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അധികാരം ഉണ്ടാകത്തില്ല. ശുശ്രൂഷയ്ക്കാവട്ടെ, നമ്മുടെ സംസാരത്തിലാവട്ടെ, എന്താ പറയുക, പ്രാർത്ഥിക്കുമ്പോഴാവട്ടെ, നമുക്ക് അധികാരം ഉണ്ടാകത്തില്ല. ഒരു അറിവ്, ക്രിസ്തു തരുന്ന അറിവുകളാണ് നമുക്ക് അധികാരം നൽകുന്നത്. ഒരു പരീക്ഷന്മാർ ചോദിച്ചില്ലേ, ഇവൻ എവിടെ നിന്ന് കിട്ടിയ അധികാരം? ഇവന്റെ വാക്കുകൾ നമ്മുടെ ആൾക്കാർ പറയുന്ന പോലെ ഞാൻ മുന്നേ പറയുന്നില്ല അല്ലേ എന്ന് ലൂക്കോസ് മാർക്കോസ് പറയുന്നില്ലേ? അവൻ എവിടെ നിന്ന് കിട്ടിയ അധികാരം? എവിടെ നിന്ന് കിട്ടി? പിതാവ് അഴച്ചത് എന്തിനാണെന്നും പിതാവ് അഴച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞതൊക്കെ നല്ല കൃത്യമായി അതിനകത്തുണ്ട് യേശുവിൻ്റെ. നമുക്കും ബൈബിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രഹിക്കുക, പഠിക്കുക, ഹൃദയത്തിൽ സൂക്ഷിച്ച് വെക്കുക എന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സ് ഞാൻ പറഞ്ഞാൽ നോട്ട്സ് വന്നേക്കാം. അപ്പം അതുകൊണ്ട് കർത്താവ് രാജാവായി ഭൂമി 1000 വർഷം വാഴുമെന്ന കാര്യം മറന്നു പോകരുത്. എബ്രായ 1:8 12 വാക്യമൊക്കെ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിട്ടുപോകുന്നു. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഉണ്ട്, ഒന്ന് വെറുതെ ഇരിക്കേ. ഓക്കെ. ദാനിയേൽ 7-ാം അധ്യായം 14-ാം വാക്യം, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ബാക്കി 18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, ആരാണ് വിശുദ്ധന്മാർ? ഇസ്രായേൽ മക്കൾ അല്ലേ?
അങ്ങനെ ഉറപ്പിച്ച് പറങ്ങട് അല്ലേ. പിശാചിന്ന് കേൾക്കട്ടെ, നമ്മുടെ ഉറപ്പുകൾ, നമ്മുടെ തീരുമാനങ്ങൾ പിശാച് കേൾക്കട്ടെ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് കേട്ട് പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. അവൻ്റെ അത്യുന്നതനായ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്ന കാര്യം മറന്നു പോകരുത്. കർത്താവ് നമ്മെ വിളിച്ചത് ആ രാജാതി രാജാവായ ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം മാത്രമല്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, അവൻ പുതിയ കത്തി അഴിഞ്ഞു പോയ ശേഷം പുതിയ ഭൂമിയിലേക്ക് ഇടുമ്പോൾ അവർ അവിടെയും രാജാക്കന്മാരായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടെ വാക്യമുണ്ട്. എന്ന് വിട്ടുപോകുന്നു. ഇതാണ് അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ആ ഗവൺമെന്റിലേക്ക് വിളിച്ചത്. നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത ഗവൺമെന്റിലേക്കുള്ള അല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഗവൺമെന്റിൽ നമുക്ക് എന്തുണ്ട്? ഒരു വാഴ്ചയുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ജ്ഞാനം വേണ്ട, ലോകത്തിലെ ഒരു കാര്യം നിങ്ങൾ പഠിക്കണ്ട. രാഷ്ട്രീയക്കാരനെ കുറിച്ചോ ഇവിടുത്തെ മുഖ്യമന്ത്രി ആണെന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പതറിപ്പോവും, ഉള്ള കാര്യം പറയാല്ലേ. പക്ഷേ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇടയുണ്ട്. ഉള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് വചനം പഠിക്കുക എന്ന് പറയുന്നത്. ഇതിനൊക്കെ വരുവാനായിട്ടൊരു ഒരു എന്താ പറയുക, ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. പണ്ട് പഠിച്ചിട്ടുണ്ട്. വാക്യം 28 അല്ലേ. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. എങ്ങനെയാകുന്നു അല്ലേ. എല്ലാത്തിനും കണക്ക് കുറിച്ചിട്ട കണക്ക് എന്താ പറയാ, മാത്തമാറ്റിക്സ് എന്ന് പറയില്ലേ, കണക്കാന്ന് എന്നൊക്കെ പറയില്ലേ, പന്തളത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ കണക്കിലാണ് ഈ ഭൂമി ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ക കണക്ക്, ഒരു നിമിഷം പോലും സെക്കൻഡ് പോലും മാറാത്ത വണ്ണം മനോഹരമായി കണക്കിൽ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ സമയം എന്ന് പറഞ്ഞാൽ കണക്ക് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സമയത്തെക്കുറിച്ച് അല്ലേ. എല്ലാം കൃത്യമായി സമയത്തിന്മേൽ പ്രവർത്തിക്കുകയാണ് ഭൂമി എന്ന കാര്യം മറന്നു പോകരുത്. ഭൂമി മാത്രമല്ല, കർത്താവ് സമയത്തിന്മേൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നു. 7000 വർഷത്തെ ഭൂമിയിലെ പ്രൊജക്റ്റാണ് ഇന്ന് ഭൂമി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഉൽപ്പത്തി പുസ്തകം പഴയ ക്ലാസ് പഠിച്ചാൽ മതി. നമ്മൾ 7 ഡേയ്സ് പ്രൊജക്ട് എന്തൊക്കെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ടൈമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദിവസം ദൈവത്തിന്റെ കണ്ണിൽ 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും എന്ന് പത്രോസ് അല്ലെ 3-ാം അധ്യായത്തിലും 90-ാം സംഘത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. 7000 വർഷത്തെ പ്രൊജക്റ്റേ ഈ ഭൂമിക്കകത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈ ഭൂമിയും ആകാശങ്ങളൊക്കെ കത്തിയൊഴിഞ്ഞു പോകുമെന്ന കാര്യം സത്യമായ കാര്യമാണ്. പത്രോസ് എഴുതി വെച്ചു, മൂലപദാർത്ഥങ്ങളൊക്കെയും കത്തിയൊഴിഞ്ഞു പോകും, എല്ലാം തീക്കായി കാത്തിരിക്കുന്നു. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റമാണ് ഈ കാണുന്ന മുഴുവനും ആറ്റമാണ്. ഒരു തീപ്പൊരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇത് സയൻസ് പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്തുമാകട്ടെ, അപ്പൊ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 7:14 പറയുന്നു, ഇങ്ങനെയാകുന്നു കാര്യത്തിന് സമാപ്തി. അപ്പൊ എല്ലാത്തിനും ഒടുക്കം എന്താ അല്ലേ. അത് ഇങ്ങനെയാകുന്നു പറഞ്ഞ് കറക്റ്റായിട്ട് ഗുണിച്ച് ഹരിച്ചിട്ടിരിക്കുക. എന്നിട്ട് ബാക്കി 19-ാം വാക്യം മുതൽ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഞാൻ ബാക്കി ഒരുപാട്, എന്നാൽ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചന പുസ്തകവും ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കും എപ്പോഴെങ്കിലും കർത്താവ് അനുവദിച്ചാൽ. ബാക്കി 20 അതിൻ്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ച് അല്ലേ. നോക്കിയേ, 10 കൊമ്പുകളെ കുറിച്ച് മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പ് പറയുന്ന വായുമുള്ളതും കൊമ്പുകളെക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കാരണം 10 ഈ പറഞ്ഞ 10 കൊമ്പുകളുണ്ട്. അതിൽ 7 വിട്ടുപോകും, ബാക്കി 7 ഇവിടെ ഭരിക്കുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അല്പമായിട്ട് അറിയാമെങ്കിൽ പോലും അത് നമ്മൾ പഠിക്കും. ബാക്കി 21 വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം. ഉറപ്പാണ് ഇത്. വരുമല്ലേ? വരുമായിരിക്കും അല്ലേ. എന്നാ വരട്ടെ അല്ലേ, വരുമായിരിക്കും. എന്തുമാകട്ടെ അല്ലേ. വചനം പറയുന്നു വരികയും ചെയ്യുവോളം. ഒരു മാറ്റമില്ല. നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും കർത്താവ് തൻ്റെ സമയം വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. കൂടെ നിന്നാൽ നമുക്കത് ലഭിക്കും. ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. ഈ വാക്യം 24 ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു, 10 രാഷ്ട്രങ്ങളാകുന്നു, 2 രാജ്യങ്ങളാകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. ആരാ മറ്റൊരുത്തൻ? കറക്റ്റാ. എതിർ ക്രിസ്തു അല്ലേ, അന്തിക്രിസ്തു അല്ലേ, വാക്കില്ല എങ്കിൽ പോലും എതിർ ക്രിസ്തു എഴുന്നേൽക്കും. അവന്റെ മുമ്പിലെത്തവനോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അതൊക്കെ അവന്റെ പ്രവൃത്തികളാ. അവൻ കാലവും കാലങ്ങളും കാലാംശവും, ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 വർഷം അവൻ കയ്യിലേൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര ഇരുന്നു കൊണ്ട് അവൻ ആധിപത്യം എടുത്തു കളയുന്നു. ബാക്കി 27 പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലാവിടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും
അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. നമുക്ക് ലഭിക്കുന്ന പറയുന്നത് അല്ലേ, ഈ ഭൂമിയിലെ 262 രാജ്യങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വരും. അത് അവസാനം കർത്താവ് ഈ ഭൂമിയെ മുഴുവനും ഭരിക്കുമ്പോൾ നമുക്കവിടെ വിശുദ്ധന്മാരായ നമുക്ക് അവിടെ കിട്ടുമെന്ന കാര്യം മറന്നു പോകരുത്. അവൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു, സകലാധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി അല്ലേ. നമുക്കറിയാം ഇങ്ങനൊരു കാര്യം 7-ാം അധ്യായം മൊത്തം പഠിപ്പിച്ച് വന്നിട്ട് പറയും ഇങ്ങനെയാവുന്ന കാര്യത്തിൽ സമാപ്തി എങ്ങനെയാണെന്ന് അറിയാമോ? 10 രാജ്യങ്ങളല്ലേ, 10 കൊമ്പുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞത് 24. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു അല്ലേ. അപ്പോൾ ഈ അന്ത്യകാലത്തിൽ നമ്മുടെ ക്ലാസ് ഇതല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. ഈ അന്ത്യകാലത്തിൽ ഒടുവിലേക്ക് വരുമ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ 10 രാജ്യങ്ങളാകുന്ന യൂറോപ്യൻ കൺട്രീസ് വരണമെന്നാണ്, അതിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് വരണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. അവൻ ഭൂമിയെ ഭരിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. കൊറോണ ഞാൻ ഇവിടെ പണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ 2 കാര്യങ്ങളാണ് കൊറോണയുടെ പുറകിൽ സംഭവിച്ചത്. എന്തൊക്കെയാ? പറ സഹോദരങ്ങളെ. ഒന്ന് പറ. മറ്റൊന്നുമല്ല, ഈ ലോകത്തിലുള്ള 830 അല്ല 850 കോടി ജനത്തിൻ്റെയും ഡാറ്റകൾ, മുഴു വിവരണങ്ങൾ ഒരുത്തൻ്റെ ലാപ്ടോപ്പിൽ ഇതുപോലെ ഇത് എൻ്റെ അല്ല വേറൊരുത്തൻ്റെ ലാപ്ടോപ്പിൽ വന്ന് ചേരണം. അത് ക്രിസ്തുവിൻ്റെ ലാപ്ടോപ്പിൽ വന്ന് എല്ലാം വന്ന് എല്ലാ 850 കോടി ജനത്തിൻ്റെ ഡാറ്റകൾ വേണം. എങ്ങനെയാണ് വന്നു? മറ്റേ വാക്സിൻ എടുക്കുമ്പോൾ വാക്സിൻ്റെ പുറകിൽ ഒരു ബാർ കോഡ് ഉണ്ടല്ലേ, ഒരു കോഡുണ്ട്. എൻ്റെയും നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കും. ഈ ബാർ കോഡ് കൂടി ലിങ്ക് ചെയ്തിട്ട് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരുടെയും ഡാറ്റകളെല്ലാം പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി അല്ലേ, പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടന്നുപോയി. അവിടുന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടനയായ യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള ലോകാരോഗ്യ സംഘടനയിലേക്ക് കടന്നുപോയി. ഇപ്പോൾ ഒരുത്തർ ലാപ്ടോപ്പിന് മുമ്പിൽ ഉണ്ട്. നമ്മളതൊക്കെ ഇവിടെ പൊങ്ങച്ച കാണിക്കേണ്ട ഒക്കെ അവിടെ ഉണ്ട്, എല്ലാം അവിടെ കയ്യിലിരിക്കുക. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ആ യൂറോപ്യൻ യൂണിയനിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ യൂറോപ്യൻ യൂണിയൻ അപ്പം ഓടിച്ച് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇന്നത്തെ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞില്ലെങ്കിൽ അത് വിട്ടുപോകും. നമുക്ക് കർത്താവ് വരാൻ സമയമായല്ലോ. പണ്ട് യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് ആൾക്കാർ കൂടി ചേർന്നാൽ ഇത് എനിക്കറിയാം. ഈ 27 അല്ല, അതിൽ കൂടുതൽ 50 ചില ആൾക്കാരൊക്കെ ആദ്യം ഉണ്ടായിരുന്ന, പിന്നെ കുറഞ്ഞ് 27 ഓസ്ട്രിയ, ബെൽജിയം ഇതൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഡെൻമാർക്ക്, ഫിൻലാൻഡ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഉണ്ടല്ലോ ഈ കൊറോണ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ ഞാൻ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതാ, പിന്നെ എവിടെയൊക്കെ മിസ്സായിപ്പോയി. കാരണം കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും ഈ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ നിവർത്തിക്കുന്ന കാണാൻ പോയപ്പോൾ എല്ലാം പിന്നെ കട്ട് ചെയ്യാൻ നോക്കിന് തോന്നിയില്ല. കർത്താവിന് വരാമെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ കൊറോണ സമയത്താണ് നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലെസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലാൻഡ്, ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ബ്രിട്ടൻ അവർ പറഞ്ഞു ഞങ്ങൾക്ക്, അവർ യൂറോപ്യൻ യൂണിയൻ്റെ അംഗങ്ങളാണ്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് യൂറോ മണിയൊന്നും വേണ്ട. അപ്പോൾ അന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു യൂറോ മണി ഉണ്ടാക്കി, യൂറോ പൈസ അല്ലേ, യൂറോ മണി ഉണ്ടാക്കി. എല്ലാവരും ഒരേ മണിയാകണം, ഒരേ പൈസ ആകണം എന്നൊക്കെ പറഞ്ഞ് ഒരു വാശി പിടിച്ചപ്പോൾ, യൂറോപ്യൻ യൂണിയൻ വാശി പിടിച്ചപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ കൂട്ടുനിൽക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പൈസയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുമാറുമെന്ന് പറഞ്ഞ് അവർ അന്ന് 12 രാജ്യങ്ങളായിരുന്നു അന്ന് കൊറോണ സമയത്ത് യൂറോപ്യൻ യൂണിയനിൽ 12 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇഷ്ടംപോലെ 10-50 പിന്നെ 27 കുറഞ്ഞ് അന്ന് യൂറോപ്പിൽ ആ കൊറോണ സമയത്ത് ഈ 12 രാജ്യങ്ങളായി ചുരുക്കി അന്ന് വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ആ സമയത്താണ് യൂറോ മണി എല്ലാവരും അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, അവിടെ ചുവപ്പ് മഷിയിലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേരൊക്കെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ പതിയെ വിടെന്ന് പറഞ്ഞ് അവർ അന്ന് കൊറോണ സമയത്ത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ അവർ ഒഴിഞ്ഞു മാറിപ്പോയി. ഇനി 11 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? തൊട്ടുപോളതാ വായിച്ചത്. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അപ്പോൾ 10 രാജ്യങ്ങളിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വന്ന് 10 രാജ്യങ്ങളിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വന്ന് ഈ ഭൂമിയെ 7 വർഷം ഭരിക്കുമെന്നുള്ള കാര്യം മറന്നുപോയ അത് സത്യമായ കാര്യങ്ങളാണ്. ഇത്രയും നമ്മുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ മറച്ചുകൂടെ ആവശ്യമുണ്ടോ? നമുക്ക് ഇതിനെക്കുറിച്ച് ആഴമായി ഇവിടെയും കുറച്ച് എടുത്തിട്ടുണ്ട്, വേറെ ക്ലാസ് ഉണ്ട്, യൂട്യൂബിൽ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഞാൻ വിട്ടുപോകുക. അതുകൊണ്ട് ഇപ്പോൾ ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലെസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ, ബ്രിട്ടൻ പോയി 11 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ മിക്കവാറും ഈസ്റ്റ് ജർമ്മനിയും കൂടി പോയി കഴിയുമ്പോൾ, മിക്കവാറും പോകുമ്പോൾ അവിടെ ഞാൻ വിചാരിക്കുന്നു പോയി കഴിയുമ്പോൾ 10 രാജ്യങ്ങൾ അവരുടെ നിന്ന് ഓർത്തെഴുന്നേറ്റ് വരും. അവൻ 7 വർഷം ഇങ്ങനെയാകുന്ന കാര്യങ്ങളുടെ സമാപ്തി എന്ന് പറഞ്ഞതുപോലെ അവൻ എഴുന്നേറ്റ് വന്ന് ഭരിക്കാൻ ഒട്ടും താമസമില്ലാതെ അവൻ വരാൻ സമയമായിരിക്കുക. ഇത്രയും എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര പടിവാതിക്കാണ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. എത്ര പടിവാതിക്ക കർത്താവ്
നമ്മൾ ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞത് ഇനിയൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ഇതൊക്കെ പഠിച്ച് ഒരുങ്ങാനുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളായിരിക്കാം. നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ, ഞാൻ ബെൽജിയത്തെക്കുറിച്ചൊക്കെ ഈ യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ പോയ കാര്യമൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴും പഠിക്കാം, വിട്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെയാവുന്നു കാര്യങ്ങളുടെ സമാപ്തി എന്ന് പറഞ്ഞിട്ട് അവിടെ കർത്താവിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട മനോഹരമായ 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദവാക്യമാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുറച്ചൊക്കെ വിട്ടുപോകുന്നു. 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 ഏഴുകൾ എന്നാണ് അവിടെ പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നത്. 70 × 7 490 വർഷം. ഇതാണ് യഥാർത്ഥമായ കണക്ക്. വളരെ കൃത്യം കണക്കാണ്. ആ സമയവും കർത്താവ് അവിടെ അതിനിടയിൽ ചെറിയൊരു കൃപായുഗം എന്നൊരു കൃപായുഗമുണ്ട്. അതിന് സമയമില്ലെന്നൊക്കെ പറയും, എന്നാലും സമയമൊക്കെ കർത്താവിന് ഉള്ള സമയത്തിന്മേലെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കണക്ക്. ഇതിനൊടുവിൽ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നിരിക്കും എന്ന കാര്യം സത്യമായ കാര്യമാണ്. ഈ വാക്യം ഒക്കെ ദാനിയേൽ പുസ്തകം പഠിക്കുമ്പോൾ കർത്താവ് അനുവദിച്ച് നമ്മൾ ദാനിയേലും വെളിപ്പാട് പുസ്തകത്തോട് ചേർത്ത് വെച്ച് പഠിക്കും. സകരിയ പുസ്തകത്തിന് അല്പമായിട്ട് പഠിക്കും നമ്മളൊക്കെ. എന്നിട്ട് അവിടെ 70 വട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വേദവാക്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 490 വർഷമാണ് 770 എന്ന് പറയും, അല്ലേ? 470 × 7 490 വർഷം. ഇതാണ് കറക്റ്റ് കണക്ക്, ഇതിൽ പഠിപ്പിക്കുന്ന കണക്ക്. ഈ കണക്കിനെ തെളിയിക്കാൻ വേണ്ടി പണ്ട് മുതലേ ഈ 490 ചരിത്രം പല ആവർത്തിച്ചത് എഴുതിയിട്ടുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്ന നാൾ മുതൽ കനാൻ നാട്ടിൽ എത്തുന്ന നാൾ വരെ കറക്റ്റ് 490 വർഷമാണ്. 490 90 വർഷങ്ങളാണ്. എത്ര കൃത്യമായിട്ടാണ് അറിയാം ദൈവം അതൊക്കെ ചിട്ടയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂടെ ഉണ്ട് എല്ലാവരും. നമ്മൾ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നമ്മളിന്ന് കണ്ട സ്കൂളൊക്കെ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിച്ച മറ്റേ ഒരുപാട് എന്താ പറയുക, ഒരു പെണ്ണുങ്ങളെ പേര് പറഞ്ഞില്ല, എന്താ ഫോട്ടോയിലെ കാണില്ലേ? ഫോട്ടോയിലേക്ക് നമുക്കൊരു ലേഡിയൊക്കെ ഇല്ലേ, ഫേമസ് ആയ ലേഡി, ആ ക്ലിയോ, അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇസ്രായേൽ നടുക്ക് കിടക്കുന്നു. അവിടെ പറയുക ഈ നമ്മുടെ നമ്മുടെ എന്താ പറയുക, മിസ്രൈം ഈജിപ്റ്റ് കിടക്കുക, ഇപ്പോൾ സിറിയ കിടക്കുക. ഇവർ തമ്മിൽ എന്നും അടിയാ. ഈ അടിയുടെ ഇടയിൽ കിടന്ന ഈ പുള്ളിക്കാരെ കിടന്ന് ഇസ്രായേൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതാണ് ഈ ഇസ്രായേലിലെ ചരിത്രം മുഴുവൻ പഠിച്ച് അതൊക്കെ അവിടെ കാണാൻ കിട്ടി. ദാനിയേൽ പ്രവചനത്തിലൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്നും കഷ്ടം അവരുടെ ജീവിതത്തിലേക്ക്. കാരണം അപ്പുറത്തും ഇപ്പുറത്തും തെക്കേ രാജ്യവും വടക്കേ രാജ്യം തമ്മിൽ എന്നും അടിയാ. അങ്ങനെയാണ് ബൈബിളിൽ ഇരിക്കുന്ന വാക്ക്. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അപ്പോൾ 490 ഒരു വാക്ക് ബൈബിളിൽ പല ആവർത്തിച്ച് വരുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത നാൾ മുതൽ കനാൻ നാട്ടിൽ ചേരുന്ന നാൾ വരെ കറക്റ്റ് 490 വർഷമാണ് എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്, അവിടെ മുതൽ ആദ്യ രാജാവായ ശൗൽ രാജാവ് വരെ, എവിടെ മുതലാ? കനാൻ നാട്ടിൽ കയറിയ നാൾ മുതൽ ശൗൽ രാജാവാകുന്നത് കാലം വരെ എത്ര വർഷമാ? 490 വർഷമാണ്. എല്ലാം കൃത്യമായിട്ട് ആ 490 വാക്ക് ആവർത്തിച്ച് വരാൻ കാരണം എന്നറിയാമോ? അത് ഈ 70 കുറിച്ച് അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചും ദൈവം പറയുന്നതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു നിഴലായിട്ട് എല്ലാം കിടക്കുകയാണ്. ശൗൽ രാജാവ് മുതൽ ബാബേൽ പ്രവാസത്തിൽ പോകുന്നത് വരെ അവിടെയും കൃത്യമായി പഠിച്ചാൽ 490 വർഷമാണെന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ എല്ലാം എന്ത് പഠിച്ചാലും അതിന് നിഴൽ എവിടെയുണ്ട്? പഴയ നിമിത്തം കാണാൻ കഴിയും. എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരുപാട് കാര്യം നമുക്ക് കാണാൻ കഴിയും. എന്നുമാകട്ടെ, നമുക്കറിയാം ഇതാണ് കർത്താവ് 70 ആഴ്ചവട്ടത്തെക്കുറിച്ചാണ് കർത്താവ് ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ ഒരു മനുഷ്യനോട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാവുന്ന കാര്യങ്ങളുടെ സമാപ്തി. ഈ 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ എന്താ? കർത്താവ് രാജാതിരാജാവായിട്ട് ഈ ഭൂമിയിലേക്ക് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഇറങ്ങി വരുമെന്ന കാര്യം മറന്നു പോകരുത്. ആ വാക്ക് എന്ന് അവസാനിക്കുന്നു, ഒരു ദിവസം എന്ന് അവസാനിക്കുന്നു, അന്ന് കർത്താവ് ഇറങ്ങി വരും. ഇതൊക്കെയാണ് കർത്താവ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലിയോപോൾ കഹാൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ റബ്ബി എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തോറ പഠിപ്പിക്കുന്ന ഒരു വലിയ സാറ. അദ്ദേഹത്തെ ഒരിക്കൽ ഇതുപോലെ ഈ വെളിപ്പാട് ഈ ദാനിയേൽ പ്രവചന പുസ്തകം 9-ാം അധ്യായം 25 മുതൽ 26 വരെ വാക്യം പഠിച്ചപ്പോൾ അദ്ദേഹത്തിനകത്ത് അറിയാതെ ഒരു മിന്നായം പോലെ കർത്താവ് എന്ന് പ്രകാശിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മിശിയെക്കുറിച്ച് ഇവിടെ പറയുന്ന എന്താ പറയുക, ഛേദിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനകത്ത് ഒരു ചെറിയൊരു വെളിപ്പാട് ഇത് കയറി. അദ്ദേഹം തൻ്റെ മൂത്ത റബ്ബിമാരടുക്കെ ചോദിച്ചു, കർത്താവ് വന്നോ? ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന മിശിഹ വന്നോ എന്നൊക്കെ ചോദിച്ചു നടന്നപ്പോൾ അറിയില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ അമേരിക്കയിൽ എവിടെയും ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ്, ന്യൂയോർക്കിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് റബ്ബി അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ പറഞ്ഞ ലിയോപോൾ കഹാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനൊക്കെ വിറ്റ് പറക്കിയിട്ട് പൈസയൊക്കെ ആയിട്ട് ന്യൂയോർക്കിൽ പോയി തപ്പി നടക്കുക. ഇവിടെ എങ്ങാനും മിശിഹ വന്ന് കാണുമോ എന്നൊക്കെ, അല്ലേ? കർത്താവ് വന്ന് കാണുമോ, മിശിഹ വന്നോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുക.
ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത്, ഒരു ഭക്തന്മാരുടെയൊക്കെ ജീവിതം പറഞ്ഞു വരികയാണ്. ഈ ആയുസ് മുഴുവനും കർത്താവിന് വേണ്ടി വിറ്റുപറക്കിയ ആ ലിയോപോൾ കഹാൾ എന്നൊക്കെ പറയുന്ന വ്യക്തിയൊക്കെ എത്ര ഒരു വലിയ അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം വിറ്റുപറക്കി ന്യൂയോർക്കിൽ പോയി ചെന്നു. അങ്ങനെ ഇങ്ങനെ തെരുവീതി നടക്കിയ, എവിടെയാ മിശിക, എവിടെയാ മിശിക എന്ന് പറഞ്ഞ. അങ്ങനെ ഒരിക്കൽ ഒരു ഒരു എന്താ പറയുക, ഗോസ്പൽ മിഷൻ ഹാളിൽ വെച്ച് ഒരു മനോഹരമായ ഒരു പാട്ട് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കേട്ടു. അന്ന് അവിടെ പ്രസംഗിച്ച വിഷയം കർത്താവ് തന്നെയാണ് മിശിക എന്ന്, ക്രൂശിൽ മരിച്ച കർത്താവ് തന്നെയാ മിശിക എന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം പുള്ളി കേട്ടു. അന്ന് പുള്ളി രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പുള്ളി തന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ട് അവിടെ ഒരു ഈ കുതിരകളുടെ ഒരു ലായം ഉണ്ടായിരുന്നു, അത് മേടിച്ച് അന്ന് പുള്ളി ഒരു എന്താ പറയുക ഒരു സംഘടന സ്ഥാപിച്ചു അമേരിക്കയിലുള്ള തന്റെ ജനങ്ങൾക്ക്, യഹൂദന്മാർക്ക് വേണ്ടി. കാരണം നല്ലൊരു ശതമാനം യഹൂദന്മാരും ഇന്ന് അമേരിക്ക തന്നെയാണ്. അമേരിക്കയിൽ 60% ബാങ്കുകൾ ഇവരുടെ മക്കളായിരിക്കുന്നത്. കോടാനുകോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ അവരാ യൂതന്മാരാ അമേരിക്കയിൽ. അവരെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. അവരാണ് ഏറ്റവും വലിയ അമേരിക്കൻ സമ്പന്നന്മാർ. അങ്ങനെ അദ്ദേഹം അവിടെ ആരംഭിച്ചത് അമേരിക്കൻ ബോർഡ് ഓഫ് മിഷൻ ടു ദ ജൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ആരംഭിക്കുകയും അതിൽ പടർന്ന് പന്തലിച്ചു. ഒട്ടനവധി ആൾക്കാർ രക്ഷിക്കപ്പെടാനൊക്കെ ഇടയായിത്തുന്നു. ഏതാണെന്നറിയാമോ? ഈ 70 വട്ടത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി എന്ന കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണോ? കർത്താവ് അനുവദിച്ച് നമുക്ക് ഇതും വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പുസ്തകവും സെഖരിയാവൊക്കെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒട്ടനവധി മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുമാകട്ടെ, കർത്താവ് സഹായിട്ട്. അങ്ങനെ 770 അല്ലെങ്കിൽ 490 വർഷത്തെക്കുറിച്ച് അല്പമായിട്ട് കൽപ്പന പുറപ്പെട്ടത് മുതൽ അല്ലേ നമുക്കറിയാം. 7 ആഴ്ചവട്ടം, പിന്നെ 62 ആഴ്ചവട്ടം, പിന്നെ ഒരാഴ്ചവട്ടം. അങ്ങനെയാണ് 70 ആഴ്ചവട്ടമായി കർത്താവ് മുറിച്ച് പഠിപ്പിക്കുന്നത്, നമ്മളെ മുറിച്ച് പഠിപ്പിക്കുന്നത് അല്ലേ. 1 7 ആഴ്ചവട്ടം, 2 62 ആഴ്ചവട്ടം, പിന്നെ ഒരാഴ്ചവട്ടം. ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഈ 770 വട്ടം അല്ലെങ്കിൽ 490 വർഷത്തെ കർത്താവ് മുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ കണ്ടാ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം 2 മുറിച്ച് പഠിക്കാം. ഒന്നങ്ങനെ നമ്മുടെ വിഷയം അതല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക. എനിക്കിത് പറയാൻ ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഈ ഫീൽഡ് ഈ വിഷയം എടുക്കുമ്പോൾ ഇനി അറിയാതെ ഞാനും ഒന്ന് ഇതായി പോകും. എന്നാലും ഞാൻ വേഗത്തിൽ വിട്ടു പോക്കോളാം, കാരണം നമ്മുടെ വിഷയം അതല്ലല്ലോ. നോക്കി, യെരൂശലേമിലെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ. അപ്പോൾ കൽപ്പന പുറപ്പെട്ടത് മുതൽ വീണ്ടും അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടവും 62 ആഴ്ചവട്ടം. അപ്പം അങ്ങനെ 62 + 7 69 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങുമായി കഷ്ടങ്ങളിൽ തന്നെ വീണ്ടും പണിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത് അല്ലെ കിടങ്ങും വീതികളൊക്കെ ഇടിഞ്ഞുപോയ യെരൂശലേമില്ലേ അല്ലേ, അവിടെ പണി സെഖരിയാ പ്രവചനം അല്ലെങ്കിൽ അവിടെ പഠിച്ചാൽ മതി, അവിടെ കാണാൻ കഴിയും. ആ ഇടിഞ്ഞു പോയ എല്ലാ എന്താ പറയുക ഗേറ്റും കോമ്പൗണ്ട് വളക്കല്ലേ, കോമ്പൗണ്ട് വളക്കെ കിടങ്ങ് കോമ്പൗണ്ട് വളക്ക് പണിയുന്ന സമയമാണ്. അതിനുശേഷം അവിടെ മുതൽ 62 ആഴ്ചവട്ടം 62 × 7 എന്ന് പറഞ്ഞാൽ 434 വർഷം കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുമെന്ന് അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം ഒടുങ്ങുമ്പോൾ ആദ്യത്തെ 7 ആഴ്ചവട്ടം യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സമയമാണ്. രണ്ടാമത് 62ാമത്തെ ആഴ്ചവട്ടം അല്ലെങ്കിൽ 434 വർഷം കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. AD 34 അല്ലേ, ഏപ്രിൽ ഡേറ്റിൽ 32 നമ്മൾ ആ ഡേറ്റിൽ കർത്താവ് ക്രൂശിക്കാൻ ഞാൻ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. കർത്താവ് ക്രൂശി മരിച്ച കാര്യമൊക്കെ വളരെ കൃത്യമായ കാര്യമാണ്. അങ്ങനെ 69 ആഴ്ചവട്ടവും കർത്താവിന്റെ ക്രൂശ് മരണത്തോടെ, അഭിഷിക്തന്റെ ക്രൂശ് മരണത്തോടെ എല്ലാം അവസാനിച്ചു. ഇനി എന്തൊരു ബാക്കിയുണ്ട്? അല്ല 7 ആഴ്ചവട്ടമില്ല, പിന്നെ ഒരാഴ്ചവട്ടം. 69 ആഴ്ചവട്ടം കഴിഞ്ഞു, ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുന്നുണ്ട്. ആ ആഴ്ചവട്ടമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരൻ. ഇത് ക്രിസ്തുവിന്റെ ഒരാഴ്ചവട്ടം 7 വർഷത്തെ ഭരണമാണ്. അതിന്റെ ഒടുവിലാണ് കർത്താവ് രാജാവായിട്ട് നമ്മൾ രാജാക്കന്മാരായിട്ട് വാഴാൻ പോകുന്ന കാര്യം മറന്നു പോകരുത്. പണ്ട് പഠിച്ചതാ, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. നിങ്ങളുടെ വീണ്ടും മറന്നു പോകുന്നു. ഇത് സംഭവിച്ചത് യേശുവിന്റെ മരണശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ദാനിയേൽ 9:26 പറയുന്നു, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും എന്നൊക്കെ നമുക്കറിയാം. മറ്റേ ഞാൻ വായിക്കുന്നില്ല. കർത്താവ് 62ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ 7 + 62 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ കർത്താവ് ക്രൂശിൽ മരിച്ച കാര്യം മറന്നു പോകരുത്. ഇത്ര കൃത്യമായ കണക്കൊക്കെ കൃത്യമായി സംഭവിച്ചതാ. ഇതൊക്കെ കർത്താവ് എഴുതി വെച്ചെങ്കിലും അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ഓരോ പുസ്തകത്തെ ആളുകൾ മറിക്കുമ്പോൾ അവിടെയെല്ലാം ഈ കർത്താവിന്റെ ഓരോ കണക്കുകൾ, ഓരോ സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്ഭുതമല്ലേ ഇതൊക്കെ? മഹാത്ഭുതങ്ങളല്ലേ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയുമ്പോൾ
ഇതൊക്കെ കൃത്യമായി എഴുതി വെച്ചത് അങ്ങനെ തന്നെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ദാനിയേൽ പ്രവചനമൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയാൽ, ഈ തെക്കേ രാജ്യവും വടക്ക് സിറിയയും അല്ലെങ്കിൽ ഈജിപ്റ്റും തമ്മിലുള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കും, അവിടുത്തെ ചെക്കൻ ഇങ്ങോട്ട് കൊടുക്കും, അവസാനം കോംപ്രമൈസ് ആകും, വീണ്ടും അടി തുടങ്ങും. ഒരുപാട് ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന സിറിയ അല്ലെങ്കിൽ ഗാസ യുദ്ധം, ഇസ്രായേലും പലസ്തീനാണ് യുദ്ധം ഒന്നുമല്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആരംഭിച്ച കാര്യമാണത്. യാക്കോബ് വേശാവ് തമ്മിൽ അടി തുടങ്ങിയതാ. ഹല്ലേലൂയ. അതിന്റെ സമാപ്തിയിലേക്ക് വരികയാണ്. ഞാൻ പറയും, കഴിഞ്ഞ ദിവസം എനിക്ക് അറിയാതെ തോന്നി, ഞാൻ കുറച്ച് പഴക്കം എഴുതി വെച്ചു. പക്ഷേ പിന്നീട് അല്പം കൂടി സുവിശേഷം പറഞ്ഞിട്ട് അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വിട്ടത്. അതൊക്കെ എല്ലാം അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. ഹല്ലേലൂയ. എന്തുമാകട്ടെ, അതിനുശേഷം വാക്യം 9:27 പറയുന്നു, അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോട് നിയമം കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാകും. ആഴ്ചവട്ടത്തിന്റെ മധ്യ എന്ന് പറയുന്നത് എത്രാമത്തെ വർഷമാ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ പറയാൻ പറ്റുമോ? 3 വർഷം കഴിയുമ്പോൾ, 7 വർഷത്തിന്റെ 3 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാഗവും എവിടെയാ ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന് മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന നമ്മ സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ശരി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ആ 3.5 വർഷം കഴിയുമ്പോൾ അവൻ തന്നെ ആലത്തി കയറിയിരിക്കും. അതിനൊക്കെ നിഴലുകൾ ആ ദാനിയേൽ പ്രവചനത്തിലൊക്കെ ഉണ്ട്. അവൻ കയറിയിരുന്ന് പറയും, നിങ്ങൾ എന്നെ, യഹൂദന്മാരോട് പറയും, നിങ്ങൾ എന്നെ ആരാധിക്കാൻ പറയുമ്പോൾ ആ പഴയ ചരിത്രം വീണ്ടും ആരംഭിക്കപ്പെടും. പണ്ട് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ച അതേ ചരിത്രം വീണ്ടും ഒന്നും കൂടി ഒറിജിനൽ, അത് നിഴല, ഇനി ഒറിജിനൽ സംഭവിക്കും എന്ന കാര്യം മറന്നു പോകരുത്. അതിനുശേഷം കർത്താവ് തൻ്റെ ഈ യാക്കോബിന്റെ കഷ്ടകാലം എന്നൊക്കെ പറയുന്ന ആ 3.5 വർഷക്കാലം അന്ന് ആരംഭിക്കുക അവിടെ. അതോടുകൂടി ഭൂമിയിൽ കർത്താവിൻ്റെ ക്രോധ ദിവസം, യഹോവയുടെ പ്രതികാരകാലം എന്നൊക്കെ പറഞ്ഞ പോലെ യാക്കോബിന്റെ കഷ്ടകാലം എന്നൊക്കെ പറയുന്ന ആ മനോഹരമായ അത്രയ്ക്ക് കഠിനമേറിയ ആ ദിവസങ്ങളാണ്. അങ്ങനെയാണ് 7 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം അവസാനിക്കുന്ന കാര്യം മറന്നു പോകരുത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, വിട്ടുപോകുന്നു. നമ്മൾ പഠിച്ചത് അതിനെക്കുറിച്ചാണ്. അതറിയാനായിട്ടാണ് ദാനിയേൽ പ്രവചനം നമുക്ക് മനോഹരമായിട്ട് 2-ാം അധ്യായം മുതൽ എങ്ങനെ പഠിപ്പിച്ചു, 7-ാം അധ്യായം 9-ാം അധ്യായമൊക്കെ 2, 7, 9-ാം അധ്യായമൊക്കെ മനോഹരമായി പഠിപ്പിക്കുന്ന വേദവാക്യമാണ്. ഒരു നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ട കാര്യമല്ലേ? ദാനിയേൽ 2:31 പറയുന്നു, രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്ന് അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ഞാൻ വിട്ടുപോകുന്നത്, അങ്ങനെ ആ ബിംബത്തെക്കുറിച്ച് അതിൻ്റെ വെളിപ്പാടുകൾ ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ അത് വിവരിച്ചു കൊടുക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ? കാരണം സ്ത്രീയോ അവിടുത്തെ എന്താ പറയുക, ഈ കണിയാന്മാർ, അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ അല്ലേ, അവിടുത്തെ മന്ത്രവാദികൾ ഒരുപാട് വന്ന് നോക്കി. ദാനിയേൽ കണ്ട നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം പറഞ്ഞു കൊടുക്കണം, അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. സ്വപ്നം പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനിക്കാൻ അവർ പറഞ്ഞു. പക്ഷേ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, നടക്കത്തില്ല, ഞാൻ കണ്ട സ്വപ്നവും നിങ്ങൾ പറയണം, നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം അല്ലേ എന്ന് പറഞ്ഞു. ഒരൊറ്റ ഒരുത്തൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്തനായി അവിടെ കിടന്നുവെച്ച, ആർക്കും വേണ്ടാതെ അവിടെ കിടന്നുവെച്ച അല്ലേ, ജയിലിൽ കിടന്നുവെച്ച അവന്മാരെയൊക്കെ അല്ലെങ്കിൽ അവിടെ ആർക്കും വേണ്ടാത്തവനെയൊക്കെ പിടിച്ച് കിടന്ന ദാനിയേൽ വന്നിട്ടാണ് കണ്ട സ്വപ്നവും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന കാര്യം മറന്നു പോകും. അങ്ങനെയാണ് ഈ ബിംബത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നത്. നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിടുന്നത്. അങ്ങനെ ഒരു 7 ആയിട്ട് ആ ബിംബത്തെ മുറിച്ച് അവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതാണ് ജസ്റ്റ് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ 7 ഈ തല, ഈ ചെസ്റ്റ് ഭാഗം, അര, തൊട, കാല്, പിന്നെ താഴെ കാണുന്ന 10 വിരലുള്ള കാൽപാദം, പിന്നെയാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് വന്ന ബിംബത്തെ തകർത്ത് കളഞ്ഞിട്ട് ഭൂമി മുഴുവനും രാജ്യത്വം പ്രാപിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി എന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ സ്പീഡ് കൂടുന്ന എനിക്കറിയാം, ഇത്തിരി പണ്ട് പഠിച്ചതാ. അത് കേൾക്കണോ ആഗ്രഹമുള്ളവർ നിങ്ങൾ ആ മൈ കൊറോണേഷൻ ഡേ എന്ന് പറയുന്ന യൂട്യൂബ് ക്ലാസ് ആയിട്ട് കേട്ടാൽ ഇത്തിരി ആഴമായി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയും. എന്തുമാകട്ടെ, അങ്ങനെ 7 രാജ്യങ്ങളെ കുറിച്ച് പറയുക. അതിനു മുമ്പ് ഈ ഭൂമിയുടെ അധികാരം മുഴുവനും യഹൂദന്മാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുത്തതാണ്. ദാനിയേലിന് ദാവീദിന്റെ കാലമൊക്കെ വരെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കുറേ കാലം വരെയൊക്കെ കുറേയൊക്കെ യഹൂദന്മാർ ഭരിച്ചെങ്കിലും കർത്താവ് ദാനിയേലിനോട് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ സിംഹാസനം അവസാനമില്ലാത്ത, അന്തമില്ലാത്ത ഒരു രാജഭരണമായിരിക്കും എന്ന് പറഞ്ഞു ദൈവം വാഗ്ദത്തം കൊടുത്തതാ ദാവീദിന്. പക്ഷേ കർത്താവ് വാഗ്ദത്തം കൊടുത്താണെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ദാവീദിന്റെ കയ്യിൽ നിന്നൊക്കെ, ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ആ രാജ്യത്വം നഷ്ടപ്പെട്ട് ജാതികളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കർത്താവ് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അത് ക്രിസ്തുവിലൂടെയാണ് അത് മടങ്ങി വരാൻ പോകുന്നത്. അതാണ് 1000 ആണ്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ ഈ ദൈവം രാജാവായി യഹൂദന്മാർക്ക് വാഴ്ച കൊടുത്തിട്ട് അവർക്ക് കഴിയാതെ പോയപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു രാജാവിൻ്റെ രാജാവിൻ്റെ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും
രാജഭരണം വിട്ട് ജാതികൾക്ക് കൈമാറ്റപ്പെട്ടു പോയി. അന്ന് മുതലാണ് ജാതികൾ ഭൂമിയെ വാഴുവാനായിട്ട് തുടങ്ങിയത് അല്ലേ? ആദ്യത്തെ രാജാവ് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇപ്പം നമുക്ക് എപ്പോഴും പഠിച്ച ഫസ്റ്റ് കിങ്ഡം, സെക്കൻഡ് കിങ്ഡം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത് കിങ്ഡമായ ദൈവരാജ്യം നമ്മൾ പണ്ട് പഠിച്ച അവിടെ പറഞ്ഞു അല്ലേ? എന്ത് പഠിക്കുമ്പോഴും 7 കിങ്ഡത്തെ കുറിച്ച് ചേർത്താ പഠിപ്പിക്കത്തുള്ളൂ. ആ ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ അത് അങ്ങനെ തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് കിങ്ഡം അതാരുമല്ല, അതാരാ? ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്ന നെബൂഖദ്നേസർ രാജാവ് ഭരിച്ച രാജ്യമാണ്. രണ്ടാമത് മറ്റേ മോഹൻലാലിനെ പോലെ ഒരു സൈഡ് താന്നും ഒരു സൈഡ് പൊങ്ങിയിരിക്കുന്ന മേദിയ പേർഷ്യ എന്ന് പറയുന്ന ചെറിയ വലിയച്ഛനും അല്ല എന്താ പറയുക ചേട്ടനും അനിയൻ്റെ മോനും തമ്മിൽ ചേർന്ന് ഭരിക്കുന്ന മേദിയ പേർഷ്യ സാമ്രാജ്യം വന്നു, സെക്കൻഡ് കിങ്ഡം. പിന്നെ അടുത്ത തേർഡ് കിങ്ഡമായ ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്ന സാമ്രാജ്യം ഭരിച്ചു. നാലാമത് റോമ സാമ്രാജ്യം ഭരിച്ചു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജനിച്ചത് അല്ലേ? ഞാൻ പണ്ട് പറഞ്ഞിട്ടൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് നാലാമത്തെ കിങ്ഡമായ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ തൊട അല്ലേ, ഇരുമ്പ് പോലുള്ള തൊട ഭരിക്കുന്ന കാലഘട്ടത്തിൽ, ഇരുമ്പ് കൊണ്ട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ക്രിസ്തുവിനെ ഭൂമിയിൽ ദൈവം ഇറക്കി വിട്ടു അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു ക്രിസ്തുവിനെ? ഞാനൊരു മർമ്മം പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എല്ലാം കൃത്യമായിട്ട് എഴുതിച്ചിരിക്കുക. എന്തുകൊണ്ടാ? എന്നാൽ ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് കർത്താവിനെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടില്ല യഹോവയായ ദൈവം? അത് മറ്റൊന്നുമല്ല, റോമാ സാമ്രാജ്യത്തിന് മാത്രമേ ഉള്ളൂ ക്രൂശീകരണം എന്ന് പറയുന്ന ഒരു ശിക്ഷാ നടപടി അല്ലേ? അതുകൊണ്ട് യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് എന്താ പറയുക അല്ലേ, അങ്ങ് ഉൽപ്പത്തി മുതലൊക്കെ കിടക്കുന്ന കാര്യമാണ്. അതെല്ലാം കൃത്യമായി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് റോമാ സാമ്രാജ്യം കറക്റ്റ് നാലാമത്തെ കിങ്ഡമായി ഭൂമി ഭരിക്കുന്ന സമയത്ത് ആ ക്രൂശ് മരണമൊക്കെ കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവിനെ ഭൂമിയിലേക്ക് പിതാവാദി ഇറക്കി വിട്ടത്. അങ്ങനെയാണ് ക്രൂശ് മരണം സംഭവിച്ചത്. ഇല്ലെങ്കിൽ വാളാൽ വെട്ടി മരിച്ചെങ്കിൽ അല്ലേ അതൊന്നും അതാവില്ല. കൃത്യമായി ദൈവത്തിന്റെ പ്രൊജക്റ്റ് അതുപോലെയാ. നിങ്ങൾ മനോഹരമായി പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ദൈവത്തിന് ഗുണം ചെയ്യും. ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ട് വീണ്ടും യൂട്യൂബിൽ റെക്കോർഡായി വരുന്നുണ്ട്, കേട്ട് ആവർത്തിച്ച് നിങ്ങൾക്ക് നല്ലൊരു ദൈവത്തിനെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം കിട്ടും. നമ്മൾ ചെല്ലാൻ പോകുന്ന ആ നാട്ടിലേക്കാണ്, നമ്മളവിടെ ചെല്ലാൻ പോകുന്ന ആ നാട്ടിലേക്കാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പം അതുകൊണ്ട് പിന്നെ അഞ്ചാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഇന്നത്തെ കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റ് വലിച്ചിടും, കമ്മ്യൂണിസ്റ്റുകാരെ BJP വലിച്ചിടുന്ന, തമ്മിൽ കളിമണ്ണും ഇരുമ്പും തമ്മിൽ ചേരാതിരിക്കുന്ന സമ്മിശ്ര ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മറന്നു പോകരുത്. അതാണ് കാലിൻ്റെ മുട്ട് മുതൽ താഴേക്കുള്ള തുട മുതൽ താഴേക്കുള്ള ഭാഗം അല്ലേ? പിന്നെ ആറാമത്തൊരു സിക്സ് കിങ്ഡം ഉണ്ട്. ആറാമത്തത് എന്താണത്? 10 വിരലുകളെ കുറിച്ച് കാണിച്ചിട്ട് നമുക്ക് ജനതിനെ കുറിച്ച് ഓടിച്ചു വിട്ടേക്കാം. 10 വിരലിനെ കുറിച്ച് കാണിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ വരാൻ പോകുന്ന 10. അതിനുശേഷമാണ് 7th കിങ്ഡമായി ദൈവരാജ്യം വരാൻ പോകുന്നത് അല്ലേ? നമ്മൾ ജസ്റ്റ് ഓടിച്ചു വിട്ടേക്കാം എല്ലാ കാര്യങ്ങളും അല്ലേ? ഇങ്ങനെ 7 ആയിട്ടാണ് ഇത് മുറിച്ചു വെച്ചിരിക്കുന്നത്. ആ കണ്ട സ്വപ്നങ്ങളൊക്കെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചോ ഇല്ലയോ? ഭരിച്ചു. മേദിയ പേർഷ്യ ഭരിച്ചു അല്ലേ? ഗ്രീക്ക് ഭരിച്ചോ? റോമ സാമ്രാജ്യം ഭരിച്ചോ? റോമ സാമ്രാജ്യം ചിതിലീകരിച്ചു പോയോ? ഈസ്റ്റേൺ റോമയെന്നും വെസ്റ്റേൺ റോമയെന്നൊക്കെ പറഞ്ഞ് ചിതിലീകരിച്ചു പോയോ? ഇത് പോയെന്നറിയാമോ? ഇത് അന്ത്യകാലമാകുമ്പോൾ വീണ്ടും ഒന്നാകും. അതിൻ്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. ഇതൊക്കെ എന്ത് കൃത്യമായിട്ട് കർത്താവ് ചെയ്യുന്നറിയാമോ? ഈ അന്ത്യകാലത്ത് ഇതൊക്കെ റോമ സാമ്രാജ്യം ചിതിലീകരിച്ചു കഴിഞ്ഞു. വെസ്റ്റേൺ റോമയെന്നും ഈസ്റ്റേൺ റോമ എന്നൊക്കെ പറഞ്ഞ് ചിതിലീകരിച്ചു പോയിട്ട് അന്ത്യകാലത്തൊക്കെ കറക്റ്റ് സമയമായപ്പോൾ കർത്താവിൻ്റെ വരവോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഉയർപ്പോടുള്ള ബന്ധത്തിൽ കർത്താവ് മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓടിച്ചു വിടുന്നു. ഒന്നാമത്തെ കിങ്ഡമായ നെബൂഖദ്നേസർ രാജാവിൻ്റെ വാഴ്ചയല്ലേ? നമുക്ക് ഒന്നും എടുക്കുന്നില്ല, വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, പറഞ്ഞ് മാത്രം പോകുക. ആവശ്യമുള്ളവർക്ക് നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാം ഫ്രീ ആയിട്ട്. എല്ലാം ഫ്രീയാണ്, മൊത്തം ഫ്രീയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഈ പടങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചുമ്മാ മൊബൈലൊക്കെ വെറുതെ സമയത്ത് വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന നേരത്തേക്ക് ചുമ്മാ മൊബൈലൊക്കെ തട്ടി നോക്കിയാലുണ്ടല്ലോ, നമുക്ക് ആ പടങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരും. ഈ വാക്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി, ആവശ്യക്കാർ മാത്രം. അപ്പോൾ ദാനിയേൽ 2-ാം അധ്യായം 37-ാം വാക്യത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് കിങ്ഡമായ ജാതീയ ഭരണം ആരംഭിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം. അടുത്ത ആരാണ്? മേദിയ പേർഷ്യ എന്ന് പറയുന്ന ആൾക്കാരാണ് ഭരിച്ചത്. നമുക്കറിയാം. അതും ഭരിച്ചു. അതിനുശേഷം
എങ്ങനെയൊക്കെ അവർ വീണു പോയെന്ന കാര്യമൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പോകട്ടെ, വിട്ടുപോകുന്നു. അതിനുശേഷം നമ്മുടെ ഗ്രീസ് അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിൽ ഇതുപോലെ പന്തലിച്ചു പോയ വിശാലമായ നിസാര വയസ്സ്, എത്രാമത്തെ വയസ്സ്, 28ാമത്തെ വയസ്സ്, 32ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആ വ്യക്തി ലോകം മുഴുവനും കീഴടക്കി കളഞ്ഞു. അവസാനം പെട്ടിയുടെ 2 സൈഡിൽ ഒരു ഹോൾട്ട് പറഞ്ഞു, 2 കൈയും തുറന്നിട്ടിട്ട് ഞാൻ ഇതാ പോകുന്നു, ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നും ഇല്ലാത്തവനായി പോകുന്നൊക്കെ പറഞ്ഞ് അലക്സാണ്ടർ ചക്രവർത്തി പോയി. ഇതൊക്കെ എന്ത് കൃത്യമെന്നറിയാമോ? അലക്സാണ്ടർ ചക്രവർത്തി 4 ശിങ്കിടികളുണ്ടായിരുന്നു, പടയാളികൾ അല്ലേ. അങ്ങനെ 4ആയി ആ സാമ്രാജ്യം വീണ്ടും 4ആയി പിരിഞ്ഞു പോയൊക്കെ ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നു. നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ദാനിയേൽ പ്രവചനോത്സവവും വെളിപ്പാട് ദിവസവും ചേർത്ത് വെച്ച് നമ്മൾ ക്ലാസ് പഠിക്കും. മനോഹരമായി ലാപ്ടോപ്പിലൊക്കെ ഉണ്ട്, ക്ലാസ്സൊക്കെ ഉണ്ട്, എടുത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല, കർത്താവ് അനുവദിച്ചാൽ. നമുക്കറിയാം അങ്ങനെ സമയമായപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം അതപ്പതിച്ചു പോയി. പിന്നീട് റോമ സാമ്രാജ്യം അയൺ കൊണ്ടുള്ള വാക്കിയൊക്കെ ഉണ്ട് കേട്ടോ, ബ്രോൺസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അയൺ കൊണ്ടുള്ള, ഇരുമ്പ് കൊണ്ടുള്ള ഒരു തുട, കഠിനമായ നിയമങ്ങളുള്ള റോമ സാമ്രാജ്യം ഭരിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. നമുക്കറിയാം. അതിനുശേഷം 5ാമത്തെ രാജ്യം വന്നത് ഇന്ന് അല്ലെ, എന്താ ഡെമോക്രസി, എന്താ പറയുക, കളിമണ്ണും ഇരുമ്പും തമ്മിൽ ചേരാത്തതുപോലെ സമ്മിശ്രമായ കോൺഗ്രസ് കയറിയ കമ്മ്യൂണിസ്റ്റ് തല വലിച്ചിടും, കോൺഗ്രസ് മറ്റൊരു കയറിയ BJP കയറി വലിച്ചിടും എന്ന് പറയുന്ന സമ്മിശ്രമായ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ 5ാമത്തെ ഡെമോക്രസിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് 6ാമത്തെ കിങ്ഡമാണ്. അതിൻ്റെ പേരാണ് നമ്മൾ പണ്ട് ഇപ്പം നേരത്തെ വായിച്ചില്ലേ, വെളിപ്പാട് 3-ാം അധ്യായം 13-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അവിടെ തന്നെ എഴുതി വെച്ച്, എന്താ സമുദ്രം? സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നുണ്ട്. സമുദ്രം എന്ന് പറഞ്ഞാൽ ജനസമൂഹം, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് ദിവസം പഠിക്കാൻ, ജനസമൂഹത്തിൽ നിന്ന് ഈ എതിർക്രിസ്തു കയറി വരുന്നുണ്ട്. 10 കൊമ്പും 7 തലയുമുള്ള. എന്ന് നോക്കട്ടെ, ദാനിയേൽ 2:41 പറയുന്നു, കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും, എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായ കണ്ടതുപോലെ അതിൽ ഇരുമ്പിലുള്ള ബലം കുറെ ഉണ്ടായിരിക്കുന്ന അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഒരു സമ്മിശ്രമായ, അതും പിടിക്കത്തില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യാതെ പിടിക്കത്തില്ല ആ ഭരണകൂടം. ആ 10 രാജ്യങ്ങൾ 10 പേരിലെ കാണിച്ചിട്ട് പറയും, ഈ 10 രാജ്യങ്ങളാണ് ഈ അന്ത്യകാലത്ത് വരാൻ പോകുന്നത്. ആരൊക്കെയാ? ഞാൻ തൊട്ട് പറഞ്ഞില്ലേ, നമ്മൾ ബെൽജിയം മുതൽ താഴേക്ക് ആ 12 രാജ്യങ്ങൾ. അതിൽ ബ്രിട്ടൻ ഒഴിഞ്ഞുപോയി, ഇനി ഈസ്റ്റ് ജർമ്മനി ഒഴിഞ്ഞു പോകുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാലും ചേരാതെ ഇപ്പം ഇരിക്കുന്ന ഈ പുള്ളിക്കാരൻ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, പേപ്പർ വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ജർമ്മനി പതിയെ വിട്ട് മാറിയാൽ എന്ന് മാറുന്നുവോ അന്ന് കർത്താവ് മറ്റേ പുള്ളിക്കാരനെ ഭൂമിയിലേക്ക് അങ്ങ് ഇറക്കി വിടും. 10ാമത്തെ അല്ലെങ്കിൽ 6th കിങ്ഡമായ നമ്മുടെ എന്താ പറയുക, എതിർക്രിസ്തുവിൻ്റെ ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 7 വർഷം ഭരിക്കാൻ ഏറ്റുവിടുന്ന കാര്യം മറന്നു പോകുക. അതൊക്കെ പടിവാതിക്കില്ല, ഇതിനൊന്നും കാലങ്ങളൊന്നും കേട്ടോ. നമ്മളിന്ന് ജീവിക്കുന്നത് ആ അന്ത്യകാലത്തിന് അന്ത്യ സെക്കൻഡിൽ ജീവിക്കുന്ന ആൾക്കാരാ. ഞാൻ എപ്പോഴും പറയാവുന്ന കാര്യമുണ്ട്, ഞാൻ എവിടെ പോയാലും പറയാറുണ്ട്, ഇപ്പം പിന്നെ നിർത്തിയതാ. ലോകമുണ്ടായിട്ട് അന്നു മുതൽ ഇന്നു വരെ ഒട്ടനവധി കഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയില്ല, എപ്പോഴും 220 സംതിങ് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടായിട്ട്. ബാക്കി എല്ലാം അടിയാ, യുദ്ധവും താല്യപ്പെടുത്തവും എന്നുവാ. അങ്ങനെ ആ ശലോമോന്റെ രാജഘട്ടത്തിൽ, ശലോമോനും പിന്നെ നമ്മുടെ ദാവീദിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അല്പം മാത്രമേ ഉള്ളൂ, ബാക്കി എന്നും അടിയാ. ഞാൻ പറയുന്ന കാര്യം ഞാൻ ഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു മടി പോലെ ഇരിക്കുന്ന പോലെ, വേണ്ട ഞാൻ വിട്ടേക്ക്, നീ വേണ്ട. അപ്പോൾ ഞാൻ അതും വിട്ട് കളഞ്ഞു. എന്താണെങ്കിലും ഈ ഇതുപോലെ 10 രാജ്യങ്ങൾ ഭരിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. കാരണം ഞാൻ പറയാൻ കാര്യം മറ്റത് കൊണ്ടല്ല, ഈ ഇന്ന് വരെ കാണാത്ത ഏറ്റവും ഭയാനകമായ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. എന്താണെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എങ്കിൽ പോലും ഞാൻ വിട്ടതാ, എന്നാലും ഒരു മനസ്സ് പ്രേരിപ്പിക്കുന്നു അകത്ത്. എന്താണെന്നറിയാമോ? ഒന്ന് കർത്താവ് വരുമെന്ന് പറയാൻ ഉറപ്പാണേ. വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും അല്ലേ? വരട്ടെ, വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എടുക്കപ്പെടും, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പോപിശാച് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലേക്ക് പോയി ചാടി വീഴും. ശാസിക്കാറില്ലേ? എന്നൊക്കെ പറഞ്ഞ് അല്ലേ, തുപ്പലൊക്കെ തെറിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ശാസിക്കാറില്ലേ? ഒന്നില്ലെങ്കിൽ കർത്താവിനെ വരെ എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകും, ഇല്ലെങ്കിൽ ആട്ടിയവന്റെ മുമ്പിലേക്ക് നമ്മൾ പോയി വീഴും. പരിശുദ്ധാത്മാവില്ല, ബുക്ക് പോലും എടുക്കാൻ പറഞ്ഞത് സമ്മതിക്കത്തില്ല. കാലം വേറെതാ. സഹിഷ്ണുത കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന ആൾക്കാർ, സഹിഷ്ണുത കൊണ്ട് പിടിച്ചു നിൽക്കുന്ന സഹിഷ്ണുത വെളിപ്പാട് ദിവസമൊക്കെ പഠിപ്പിക്കുമ്പോൾ എത്ര ഭയാനകമാണെന്ന് നോക്കിയാൽ നിങ്ങൾ. ഞാനീ പറഞ്ഞപ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾ എടുത്തല്ലേ, ഒന്നും ആർക്കൊന്നും മനസ്സിലാക്കി കാണത്തില്ലെന്നാണ്. അത്രയും ഭയാനകമായ നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവൻ്റെ കൂടെ പോകുക, ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പോയി വീഴുക. അവിടെ സഹിഷ്ണുത കൊണ്ട് നിന്നാൽ രക്തസാക്ഷിയായി നമുക്ക് മരിക്കാം, അല്ലെങ്കിൽ അവസാനം പറയും ഞാൻ ചിപ്പ് എടുത്തില്ലേ, മക്കള്
ഭാര്യ പറയും, പോയി മനുഷ്യ ചിപ്പെടുത്തിട്ട് പോവാ, നിങ്ങൾ ചിപ്പെടുത്താലേ നമുക്ക് അരിയും കറിയും മക്കളിൽ കരച്ചിലായോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പിന്നെ അവസാനം ചിപ്പെടുക്കാനൊക്കെ പോകേണ്ടി വരും. അവസാനം ഉള്ളതും കൂടി രക്ഷ നഷ്ടമാകാനിടയുണ്ട്. ഞാൻ വിട്ടുപോകുന്നതുമാവട്ടെ, ഞാൻ പറഞ്ഞില്ല സീരിയസ്നെസ്, അത്രയും വലിയ സീരിയസ് ഞങ്ങൾക്ക് സീരിയസ് കാര്യമാണ് നിങ്ങൾ സംസാരിച്ചത്. ഒന്നുമില്ലെങ്കിൽ കർത്താവിൻ്റെ വരയിൽ പോവുക, അതിനു വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് വേണ്ടി ഒരുക്കമാണ് ആവശ്യം. അതിൽ വേറെ കാര്യം, ഒരുങ്ങി കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അത് ഇല്ലെങ്കിൽ വീഴാൻ പോകുന്ന ഭയാനകമായൊരു വാഴ്ചയിലേക്കുള്ള കാര്യം അതും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ 6ാമത്തെ കിങ്ഡം കഴിയുമ്പോൾ ആ 7 വർഷം അല്ലെങ്കിൽ ഒരാഴ്ച വട്ടം ബാക്കി കിടക്കുന്ന, അല്ലെങ്കിൽ 7 ആഴ്ചവട്ടം കൊണ്ട് കിടങ്ങും വീതികളും യെരൂശലേമിൻ്റെ മതിൽ ചുറ്റുപാടും മതിലൊക്കെ പണിത ശേഷം ബാക്കി പിന്നീട് 62 ആഴ്ചവട്ടത്തിനൊടുവിൽ 463 വർഷം കഴിയുമ്പോൾ നമ്മുടെ അഭിഷിക്തനായ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിക്കും. അങ്ങനെ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഒരാഴ്ചവട്ടം ബാക്കി കിടക്കുക. ആ ഒരാഴ്ചവട്ടമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഈ പറഞ്ഞ ഈ 10 വിരലിൽ കാണുന്ന കാഴ്ചവട്ടം അല്ലേ. അങ്ങനെ ഭരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി എടുത്തില്ല, ജസ്റ്റ് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ ഞാനത്. അതിനുശേഷമാണ് കൈ തൊടാതെ പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന കല്ല് ഈ ബിംബത്തെ അടിച്ച് ബിംബത്തെ തകർത്ത് കളഞ്ഞിട്ട് ഭൂമി മുഴുവനും ആ കല്ല് മഹാപർവ്വതമായി ഭൂമിയെ വാഴും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദാനിയേൽ 2-ാം അധ്യായം 44 മുതൽ 45 വരെ പഠിക്കുമ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത് ഏത് രാജാക്കന്മാരാ? 10 രാജാക്കന്മാരിൽ 3 തകർന്നു പോകും, ബാക്കി 7 ഉണ്ടാകത്തുള്ളൂ. എങ്കിൽ പോലും രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്നായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്തു നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തു കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്ന നിശ്ചയം അർത്ഥം സത്യവുമാകുന്നു അല്ലേ. അങ്ങനെ പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന കല്ല് അത് വേറെ ആരുമല്ല, 7th കിങ്ഡമായ നമ്മുടെ കർത്താവിൻ്റെ രാജ്യമാണ്. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരികയാണ്. അങ്ങനെ ബിംബത്തെ തകർത്ത് ജാതീയ ഭരണകൂടത്തെ മുഴുവനുമായി ഉടച്ചു കളഞ്ഞിട്ട് അന്നു മുതൽ ഭൂമിയിൽ ആര് വാഴാൻ പോകുന്നു? ദൈവം ഭൂമിയെ ഭരിക്കാൻ വരുന്നു. അതാണ് ഉൽപ്പത്തി ഏദൻ തോട്ടത്തിൽ ദൈവം ഭൂമിയെ ഭരിക്കാൻ വന്നു. അതെങ്ങനെയാ? മനുഷ്യനിലൂടെ കടന്നു വന്നല്ലേ. ആദം അനുസരിച്ചതെങ്കിൽ ആദവും ദൈവവും കൂടി, ദൈവം ആദവിനെ ഭരിക്കും, ആദം ഭൂമിയെ ഭരിക്കുമായിരുന്നു. അത് തന്നെ വീണ്ടും സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ 1000 വർഷം, അതിനുശേഷം 1000 വർഷം നോക്കിയേ, അതിനുശേഷം കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ബിംബത്തെ തകർത്തു കളഞ്ഞ ശേഷം 1000 വർഷം കർത്താവ് ഈ ഭൂമിയെ വാഴുമെന്നുള്ള കാര്യങ്ങളുടെ സമാപ്തി എന്ന് പറയുന്നത്. ഇത്ര ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്താണ് ഈ ഭൂമിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഭൂമി, നമ്മുടെ കേരളത്തിലെ പകുതി പോലും ഇല്ലാത്ത ഇസ്രായേൽ ആസ്ഥാനമാക്കി നമ്മുടെ കർത്താവ് സിംഹാസനം പണിത്, ആലയം പണിത് അവിടെ രാജാവായി അവിടെ ഇരിക്കുകയും സിംഹാസനം ഇരിക്കുകയും അവന് രാജാക്കന്മാരായ നമ്മളെല്ലാവരും അല്ലേ, 12 അപ്പോസ്തലന്മാർ 12 ഗോത്രങ്ങൾക്ക് അവർ പണ്ടേ കൊടുത്തിരിക്കുക. നമുക്ക് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. 12 ഗോത്രങ്ങളെ നിങ്ങൾ ഭരിക്കുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞങ്ങൾ നിന്റെ കൂടെ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ പത്രോസ് ചോദിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങൾ നിന്റെ കൂടെ ഈ രാവും പകലും ഉത്തരവാദിത്തം നടന്ന് ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് മനസ്സിലായി ഇവന്മാരുടെ ആഗ്രഹമൊക്കെ ഉള്ള ചോദ്യമുള്ള കർത്താവ് നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ രാജാവായി കഴിയുമ്പോൾ അന്ന് നിങ്ങൾ 12 ഗോത്രങ്ങളെ നിങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും വ്യാമോഹമൊന്നും വേണ്ട, നമുക്ക് കിട്ടത്തൂല്ല. നമുക്ക് 5 പട്ടണവും 10 പട്ടണവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചോദിച്ച് മേടിച്ച് കർത്താവ് തന്നോളും, ചോദിക്കാൻ നിൽക്കേണ്ട. കറക്റ്റായിട്ട് നമ്മുടെ ഓരോ പ്രവർത്തിക്കും എല്ലാത്തിനും കണക്കിട്ടത് ദൈവമാണ് നമ്മുടെ കർത്താവ്. അതൊക്കെ കൃത്യമായി തരും. ആരും വേണ്ട. മൈ കൊറോണേഷൻ ഡേ എന്ന് പറയുന്നത് എൻ്റെ കിരീടധാരണ ദിവസമാണ്. അതാണ് എൻ്റെയും നിങ്ങളുടെയും കിരീടധാരണ ദിവസം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് 1000 വർഷം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ യെരൂശലേം ആസ്ഥാനമാക്കിക്കൊണ്ട് അവിടെ ഒരു ദേവാലയം പണിത് അതിനകത്ത് കർത്താവ് രാജാവായിരിക്കും. നമ്മൾ രാജാക്കന്മാരായിട്ട് 5 പട്ടണത്തിലും 10 പട്ടണത്തിലേക്ക് നമ്മൾ അധികാരമായി വാഴും. അവിടെ മുതലാണ് നമ്മൾ ഈ ശരീരത്തിലല്ല, ഈ ശരീരത്തിൽ യഹൂദന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു യഹൂദന്റെ തൊങ്ങലിൽ പിടിച്ച് 10 ജാതികളും കടന്നു വരും. പക്ഷേ നമ്മൾ അന്ന് ഈ ശരീരത്തിലല്ല, നമ്മൾ മറ്റൊരു ശരീരത്തിലായിരിക്കും. സായിപ്പിന്റെ ശരീരത്തിലല്ല, അല്ല, റിസറക്റ്റഡ് ബോഡി. ഒരുപാട് ശരീരമുണ്ട്.
ഹ്യൂമൻ ബോഡിയുണ്ട്, റിസറക്ഷൻ ബോഡിയുണ്ട്, സ്പിരിച്വൽ ബോഡിയുണ്ട്, ഗ്ലോറിഫൈഡ് ബോഡി, ഒരുപാട് ശരീരങ്ങൾ നമുക്കുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാം. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല, നമുക്ക് പ്രാപിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയതല്ല. അറിയണ്ടേ? അറിഞ്ഞാലേ നമുക്ക് പ്രാർത്ഥനയിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഇതാണ് ദൈവത്തിൻ്റെ സമാപ്തി. ഇതാണ് ദി കറക്റ്റ് പ്രൊജക്റ്റ്. 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി. 7 ദിവസം ദൈവത്തിൻ്റെ കണ്ണിൽ 7000 വർഷമാണ്. 7000 വർഷം കൊണ്ട് എല്ലാം അസ്തമിച്ച് നമ്മൾ നിത്യത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മളെല്ലാവരും, അല്ലേ? ഞാൻ ഈ ചാർട്ട് എൻ്റെ ഒരുപാട് ആൾക്കാർ മേടിച്ചു. ഞാൻ ഒരു ചാർട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് ഏത്രയിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീ അല്ല, അത് പൈസ തരേണ്ടി വരും. എന്താണെങ്കിലും ഇതെല്ലാം ഉൽപ്പത്തി ഏദൻ തോട്ടം മുതൽ വരാനിരിക്കുന്ന 1000 ആണ്ട് വരെയുള്ള മുഴു കണക്കുകളും പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് അവിടെയുണ്ട്. കർത്താവും അവൻ്റെ സഭയുടെ ആരംഭവും, സഭ എത്ര വർഷമുണ്ടാവും, സഭയ്ക്ക് ശേഷം ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ അല്ലേ കാന്തൻ്റെ വിവാഹമാണ് എന്നൊക്കെ. 4 ദിവസം കഴിയുമ്പോൾ ക്രിസ്തു ക്രൂശിൽ വന്ന് മരിക്കുന്നു, അല്ലേ? 69 ആഴ്ച വട്ടത്തിൽ കർത്താവ് ക്രൂശിൽ മരിക്കുന്നു, അല്ലേ? സഭ ആരംഭിച്ചു. സഭ ശേഷം 2000 വർഷമാകുമ്പോൾ 7 വർഷം മുമ്പായിട്ട് നമ്മുടെ കർത്താവ് മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോയിട്ട് ചോമ്പ് ലൈൻ 7 വർഷ പീഡനകാലമാണ്. അതിനുശേഷം 1000 ആണ്ടിൽ കർത്താവ് ഭൂമിയെ വരാൻ വരുന്നത്. മനോഹരമായ ഒരു ലിസ്റ്റാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. കാര്യം നമുക്ക് എല്ലാവർക്കും കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. ഈ കണക്കിൽ പേരാണ് ഇത് കർത്താവിൻ്റെ ഭൂമിയിലെ പ്രവർത്തനങ്ങളെല്ലാം. നമ്മൾ ഇത് മനോഹരമായി പഠിച്ച് വീണ്ടും ആവർത്തിച്ച് പഠിച്ചാൽ ഇതിനകത്തെല്ലാം ഇതിനകത്ത് പോയിട്ട് ഒന്നും വരാതിരിക്കുക. എല്ലാം ഇതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും. സന്തോഷമാണല്ലോ, അല്ലേ? നമ്മൾ ആ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. ഒന്ന്, നാം ഹെവൻലി കുടുംബത്തിലേക്ക്, ഹെവൻലി ഫാമിലിയിലേക്ക് എല്ലാം വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളെയും. 2, അതിനകത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് എന്തുണ്ട്? നമുക്ക് വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പണ്ട് പഠിച്ചതുകൊണ്ടാണ് വേഗത്തിൽ ഓടിച്ചു വിടുന്നത്. നമുക്കറിയാം എഫെസ്യർ 1-ാം അധ്യായം, എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ, പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നതിന് കാലസമ്പൂർത്തിലെ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ. അങ്ങനെയെങ്കിൽ പിന്നെയും ക്രിസ്തു എന്ന് പറയുമ്പോൾ പണ്ട് സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. ആയിരുന്നോ? എന്നായിരുന്നു? ഏദൻ തോട്ടത്തിൽ, അല്ലേ? അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി, പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മ പിന്നെയും ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും ഒരുമിക്കാൻ പോകുന്നു. എവിടെയാണത് ഒരുമിക്കാൻ പോകുന്നത്? എവിടെയാണ് സ്വർഗവും ഭൂമിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത്? 1000 ആണ്ട് വാഴ്ചയിൽ. സ്വർഗം അല്ലെങ്കിൽ ദൈവം, കറക്റ്റ് പറഞ്ഞാൽ ദൈവം മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഇതാ സത്യം, ഇതാണ് കറക്റ്റ് വാക്ക്, അല്ലേ? ദൈവം മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ വരുന്നത്. എത്ര മനോഹരമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നോക്കി എന്ത് ഗതികേടാന്ന് നോക്കാം. നമുക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. ബാങ്കിലിട്ടത് പോലെ കിട്ടുമെന്ന് പേടിച്ചാൽ നമ്മളിരിക്കുന്നത്. പണ്ട് ആയാലും ഈ എത്രയോ 10-40 വർഷമൊക്കെ ഈ മലരാണത്തിൽ, അല്ലേ, ഗൾഫിലൊക്കെ മലയാരണ്യത്തിലേക്ക് പോയി കഷ്ടപ്പെട്ട് ആ സമയത്തൊക്കെ ഈ സദൈവ പുള്ളിക്കാരനൊക്കെ കയറി പിടിച്ച് അവസാനം ബാങ്കിലിട്ട മുഴുവനും പൈസ നഷ്ടമായി പോയില്ലേ? നേരം വെളുത്തപ്പോൾ അതേ കൊണ്ടുപോയി അവരെല്ലാവരും. എത്രയോ വർഷങ്ങൾ മലയാളത്തിക്കല്ലേ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സെക്കൻഡ് ഞൊടി ചേർത്തുകൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? എന്ത് ഗതികേടാ നോക്കി, എന്ത് സങ്കടമാണ് നമുക്ക്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇന്നത് ക്ലാസ് എടുക്കുന്നത്. ഹല്ലേലൂയ. ബന്ധമാകട്ടെ, സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നൊരു കാലഘട്ടം വരാൻ പോകുകയാണ്. അതാണ് എൻ്റെ നിങ്ങളുടെയും പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. സങ്കീർത്തനം 115 വാക്യം. ഭൂമിയെ അവർ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുമതി നമ്മളാ ഭൂമിയെ ഭരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്നില്ലെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും ഭരിക്കാൻ കഴിയില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ വിട്ടുപോകുക. ഒരുപാട് കാര്യങ്ങൾ ആഴമായി പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, നമ്മൾ പണ്ടെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വിട്ടുപോകുക. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്, അല്ലേ? ആ കൂട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, വിട്ടുപോകുന്നു. അങ്ങനെ സ്വർഗം ഭൂമിയും ഒന്നിക്കുന്നൊരു കാലഘട്ടം വരാൻ പോകുന്നു. ഒട്ടും താമസമില്ല കേട്ടോ, ഒട്ടും താമസമില്ല. നമ്മൾ കണക്ക് ഞാൻ പണ്ട് ടൈമിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ, മനുഷ്യനെ ഉൽപ്പത്തി മുതൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഓരോ സമയങ്ങൾ എടുത്ത് വെച്ച്, ഓരോ ആദ്യത്തിന് ഇത്ര വയസ്സ്, ആദ്യത്തിന് ശേഷം ഇന്നാൾക്ക് ഇത്ര വയസ്സിൽ കൂട്ടി ഹരിച്ച് നമ്മൾ കറക്റ്റായിട്ട്, കറക്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ പഠിച്ചതാ എത്രമാത്രം പടിവാതിക്കലായിരിക്കുന്നു കർത്താവിൻ്റെ വരവ്. AD 32 ഏപ്രിൽ മാസത്തിലേക്ക് കർത്താവ് മരിച്ചു. AD 32 കർത്താവിലൊക്കെ മരിച്ചെന്ന ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ട് ഞാൻ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കാം. എന്നാൽ എന്തൊക്കെയാണെങ്കിലും ആ കർത്താവിൻ്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു. ചില 35 പറയുന്നുണ്ട്, 32 പറയുന്നു, എത്തുവാവട്ടെ. എന്തായാലും കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുക. ദാവീദിനോട് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, ദാവീദേ നിന്റെ സിംഹാസനം ഒരിക്കലും
നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞു, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ള സിംഹാസനമായിരിക്കും. നമുക്ക് വാക്കിലെടുക്കാൻ നേരമില്ല. പക്ഷേ ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്ക് സ്ഥിരമായിരിക്കും. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്ക് ഉറച്ചിരിക്കുമെന്നൊക്കെ ദാവീദിനോട് പറഞ്ഞെങ്കിലും അത് ഉറച്ചോ? ഇല്ല. നമുക്കെല്ലാം അറിയാം അല്ലേ? നമുക്കറിയാം, ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു, ജാതികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞു, യഹോവ പറഞ്ഞു, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ള സിംഹാസനമായിരിക്കും, നിന്റെ രാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല, നിന്റെ മക്കളായ എല്ലാവരും ആരെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ യെഹോയാക്കീം എന്ന് പറയുന്ന തെക്കേ രാജാവിൻ്റെ കാലത്ത് ദേശം ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ടുപോയ ചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. നമുക്കവിടെ അദ്ദേഹം 11 വർഷം ഭരിച്ച ചരിത്രമൊക്കെ നമുക്കറിയാൻ കഴിയും. ആ സമയത്തൊക്കെ 7 വർഷം, പിന്നെ 4 വർഷം സാമന്ത രാജാവായി നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിലല്ലേ അവരോട് ചേർന്ന് പുള്ളിയുടെ കീഴിൽ രാജാവായി ഭരിച്ചൊക്കെ, സാമന്ത രാജാവ് ഭരിച്ചൊക്കെ ചരിത്രമൊക്കെ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വായിക്കാൻ കഴിയും. അതിനുശേഷം തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ യെഹോയാക്കീം എന്ന് പറയുന്ന 3 മാസം ചെറിയൊരു കാലഘട്ടം മാത്രം അദ്ദേഹത്തിൻ്റെ മോൻ ഭരിച്ചു. കാരണം മുഴുവൻ ആരാ ഈ പറഞ്ഞ ബാബേൽ രാജാവല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കീഴിൽ എത്ര നാൾ ഭരിക്കാൻ പറ്റും നമുക്കല്ലേ? പുള്ളിയുടെ സപ്പോർട്ട് കൂടി ഇവിടെ എന്തെങ്കിലും പൊങ്ങണമെങ്കിൽ പുള്ളിയുടെ അനുമതി വേണം നമുക്ക് അല്ലേ? എന്തെങ്കിലും ഇവിടെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവരുടെ കീഴിലായിപ്പോയി. അവസാനം പുള്ളിയുടെ മോൻ സിദ്ക്കിയാവെന്ന് പറയുന്ന ആ വ്യക്തി 1 മാസം ഭരിച്ച് അതോടുകൂടി ദാവീദിന്റെ സിംഹാസനം എന്നേക്കുമായി ജാതികൾക്ക് വിട്ടുപോയി എന്ന ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അല്ലേ? അതോടുകൂടി പക്ഷേ പറഞ്ഞതാരാ? നിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതാരാ? യഹോവയാ. അങ്ങനെയെങ്കിൽ ആ രാജ്യത്വം ദാവീദിന്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അതാണ് ബാക്കി നോക്കണം. ദാവീദ് പുത്രാ ഹോശന പാടിയില്ലേ അവര്? എന്തുകൊണ്ട് ആ വാക്കൊക്കെ അങ്ങനെ പറഞ്ഞത്? ഇല്ലേ വായില്ലേ? ദാവീദ് പുത്രാ ഹോശന ഹോശന എന്ന് അവർ ആർത്ത് വിളിച്ചില്ലേ? എന്തുകൊണ്ട് ആ വാക്ക് അവർ വാക്യം പാടിയത്? കർത്താവ് യഹോവയായ ദൈവം ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ സിംഹാസനം നഷ്ടമാകില്ല. പക്ഷേ ചരിത്രത്തിൽ അവന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. ഈ സിദക്കിയാവിന്റെ കാലഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ജാതികൾക്ക് മുഴുവനും കൈവിടപ്പെട്ടു പോയെങ്കിലും കർത്താവിന്റെ വാക്ക് സത്യമാണ്. ദാവീദിന്റെ മകനായിട്ട് തന്നെയാ യേശു ഭൂമിയിൽ ജനിക്കുന്നത്. എത്ര തെളിവായിട്ട് പറഞ്ഞു വെച്ചു, ദാവീദ് പുത്ര അല്ലേ ഹോശന പാടി. കാരണം ഉറപ്പിക്കുകയായിരുന്നു ആ ദാവീദിന്റെ മകനായി യേശു ഭൂമിയിലേക്ക് വരുന്നു. അവർ വിചാരിച്ച് ഇപ്പോൾ രാജാവാകുമെന്ന്. പക്ഷേ വീണ്ടും നമുക്ക് കൃപ ലഭിക്കാൻ വേണ്ടി അല്ലേ, നമ്മളെ വിളിക്കാൻ വേണ്ടി ഒരവധി, കൃപായുഗം അവധി കർത്താവിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യം മറന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ വചനം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, കൃപയുടെ കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര വർഷമാണ് നമുക്കറിയത്തില്ല. 69ാമത്തെ ആഴ്ചവട്ടത്തിൽ കർത്താവ് ശരിക്കപ്പെട്ടു നമുക്കറിയാം. പക്ഷേ ഒരാഴ്ചവട്ടത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ആ ഒരാഴ്ചവട്ടം എതിർക്രിസ്തു ഭരിക്കുന്നതിനും യേശുക്രിസ്തു 69 ആഴ്ചവട്ടത്തിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോഴും അതിനിടയിൽ ഒരു ചെറിയ കാലഘട്ടമുണ്ട്. അതിൻ്റെ പേരാ കൃപായുഗം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ വിടുവിക്കുക, ജാതികളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു മനോഹരമായ പീരീഡാണെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദാവീദ് പുത്ര ഹോശന പാടിയത് അതുകൊണ്ട് ആ ദാവീദിന്റെ പുത്രൻ യേശു രാജാതി രാജാവായി വീണ്ടും വരാൻ പോകുന്നു. അതാണ് 1000 ആണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ പഠിക്കുന്നത് രാജ്യത്വം പ്രാപിക്കാൻ പോകുമ്പോൾ നമ്മളും അവനോടുകൂടി രാജാക്കന്മാരായി ആ ഗവൺമെന്റിൽ അകപ്പെടുന്ന കാര്യമാണ്. 145 സങ്കീർത്തനം 13 പറയുന്നു, നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറകളായി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ലൂക്കോസ് 1:28 കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നഷ്ടപ്പെട്ടു പോയത് പിന്നീട് ഇനി ഭരിക്കാൻ പോകുന്നത് ഇനി ആരുമില്ല. ഇനി ഭരിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു എന്ന ആ ദാവീദിന്റെ മകനായ യേശുവിലേക്കായിരിക്കും വരുന്നത്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ലെന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ വിട്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, എത്ര പറഞ്ഞ മനസ്സിലായത് നിങ്ങൾക്ക്? ഗ്രഹിച്ചോ? അല്പമെങ്കിലും നമ്മൾ എത്ര കേട്ടാലും ഞാനൊക്കെ ഒരു ക്ലാസ് ഏത് ക്ലാസ് ഒരു 100-150 ചർച്ച ഇന്ത്യ പല ഭാഗത്തും എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം വീണ്ടും പഠിക്കുമ്പോഴല്ലോ ഇത് സന്തോഷമാണെന്ന് അറിയാമോ? പഠിച്ചതിൻ്റെ കൂടെ വീണ്ടും പഠിക്കുമ്പോൾ ഓരോരോ അവിടെ പൊട്ടാസ് പൊട്ടുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒരു മിന്നായം പോലെ നമുക്ക് വെളിപ്പാടുകൾ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. എത്ര കേട്ടാലും മടുപ്പില്ല നമുക്ക്. അതാ വചനത്തിൻ്റെ ഗുണം. എത്ര കേട്ടാലും എന്തില്ല ഇല്ലേ, അത് പണ്ട് പഠിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് മാറിക്കളാം. അങ്ങനെയല്ല അല്ലേ? ഇപ്പോൾ സയൻസിൽ നിന്നൊരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയുക ഫിസിക്സിൽ നിന്നൊരു കാര്യം എടുത്താൽ അത് മാഷ് പണ്ട് പഠിപ്പിച്ച മാഷെ അത് ഇപ്പോൾ വീടെന്ന് പറയും. നമുക്ക് പിന്നെ കേൾക്കാൻ പഠിക്കാനൊരു വലിയ ഇഷ്ടം തോന്നത്തില്ല. പക്ഷേ ഈ വചനം ഉണ്ടല്ലോ, എത്ര പഠിച്ചാലും എത്ര കേട്ടാലും വീണ്ടും ആർത്തിയാണ് നമുക്ക് കേൾക്കാനായിട്ട്. ലൂക്കോസ് 12:32 ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ്
രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പണ്ട് പഠിച്ചതാ അവിടെ ഇംഗ്ലീഷിൽ, അവിടെ ദ കിങ്ഡം തരുവാൻ നമ്മുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അല്ലേ? എവിടെ ക്ലാസ് ഈടെ കഴിഞ്ഞ ആഴ്ച എവിടെയൊക്കെ എടുത്തത് നമ്മളിവിടെ. നമ്മുടെ കർത്താവ് കിങ്ഡം തരുവാൻ, അവിടെ ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ് നമുക്ക് എന്ത് തരാൻ പോകുന്നു? രാജ്യമല്ല, രാജ്യത്വം. രാജ്യത്വം എന്ന് പറഞ്ഞാൽ കിങ്ഡം. കിങ് പ്ലസ് ഡൊമിനിയൻ, രാജാവ് പ്ലസ് വാഴ്ച. കിങ്ഡം, കിങ് പ്ലസ് രാജാവ് പ്ലസ് വാഴ്ച, കിങ് പ്ലസ് ഡൊമിനിയൻ എന്ന് പറയുന്ന കിങ്ഡം എന്ന വാക്ക ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ദൈവം വിളിച്ചത് രാജാവായി വാഴാൻ വേണ്ടിയാ. അതാണ് സത്യമായ വാക്കല്ലേ? അപ്പം അതുകൊണ്ട് ചെറിയാട്ടിൻകൂട്ടമേ, നമ്മളോട് പറഞ്ഞതല്ലേ, ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഈ വെളിപ്പാടൊക്കെ കയറുമ്പോഴാണ് നമുക്കൊരു ഭയമില്ലാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ അയ്യോ വണ്ടിക്കാശില്ല, അല്ലെങ്കിൽ വാടക കൊടുത്തില്ല, അയ്യോ പണിയില്ല, 2 ആഴ്ചയായി പണിയില്ലാതിരിക്കുന്നത്, ഒരു ഭയം ഉണ്ടാവില്ല. കാരണം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിനക്ക് എല്ലാ ദിവസവും പണി തരാമെന്നല്ല കർത്താവ് പറഞ്ഞത് അല്ലേ? നാട്ടുകാർ പണി തരും നമുക്ക്. കർത്താവ് പറഞ്ഞത് കിങ്ഡം തരാം, ദൈവരാജ്യം കിങ്ഡം തരുവാന്ന് കർത്താവ് പ്രസാദിച്ചിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ അകത്തേക്കൊന്ന് ഇടിച്ച് കയറണം. ഞാൻ പറയാം പോരാ, എനിക്കറിയാം നിങ്ങൾ അങ്ങോട്ട് ശരിക്കും അങ്ങനെ കയറിയിട്ടില്ല. പക്ഷെ അകത്തെ കയറേണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. പിന്നെ ഒന്നും ഈ ലോകമേ നമുക്ക് ഒന്നും തോന്നത്തില്ല. ബിസിനസ്സോ പണമോ സമ്പത്തോ നമുക്ക് അതിനുള്ള ഒരു ഭ്രമം ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് അല്ലേ ജസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് പോകാൻ വേണ്ടി നമുക്ക് മാത്രം അതിനൊക്കെ ഒരുപാട് താഴെയായിരിക്കും നമുക്ക് അതിനുള്ള എന്താ പറയുക, അത്രയ്ക്ക് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവരാജ്യത്തിനകത്ത്, അല്ലെങ്കിൽ ഈ കിങ്ഡത്തിനകത്താണ് നമ്മൾ കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞല്ലേ? ഇതിനകത്ത് ഒരു കാര്യം മറന്നു പോകുന്നത്, ഇതിനകത്ത് ജീവനമാർഗം ഉണ്ടാകുന്ന മാർഗമല്ല, ജീവൻ ഉണ്ടാക്കുന്ന മാർഗമാണ് അതിനകത്ത്. മറന്നു പോകരുത് അല്ലേ? ജീവനമാർഗം. അതുകൊണ്ട് ഇന്ന് നോക്കിയാൽ, എവിടെ നോക്കിയാൽ ഈ കർത്താവ് പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് രാജ്യത്വം തരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആ രാജ്യത്വത്തിനെ സുവിശേഷം മറച്ചു മാറ്റിയിട്ട് സമൃദ്ധിയുടെ സുവിശേഷമാക്കി ലോകക്കാർ മാറ്റിവെച്ചു. ജീവനമാർഗം ഉണ്ടാക്കാൻ നോക്കി യേശുക്രിസ്തുവിനെ കൊണ്ട്. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 10 കിട്ടും എന്നൊക്കെ പറയുന്ന ജീവനമാർഗം ഉണ്ടാക്കാൻ നോക്കി. അതല്ല, കിങ്ഡത്തിനകത്ത് ജീവനമാർഗമല്ല, ജീവൻ ഉണ്ടാക്കുക, ദൈവജീവൻ, നഷ്ടപ്പെടാത്ത സ്വയജീവൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് എന്ന കാര്യം മറന്നു പോകരുത്. പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് എത്രത്തോളം ബൈബിൾ വചനം വായിക്കാൻ പറ്റും, അത്രത്തോളം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജീവനും ആത്മാവുമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം വാക്യം പറയുന്നു, അവന്റെ വചനത്തിൽ എന്തുണ്ട്? ജീവനും ആത്മാവും ഉണ്ട്. അത് കാര്യം മറന്നു പോകരുത്. എത്രത്തോളം വായിക്കാൻ പറ്റുമോ, എത്രത്തോളം പഠിക്കാൻ പറ്റുമോ, എത്രത്തോളം നല്ല ബൈബിൾ ക്ലാസ് കേൾക്കാൻ പറ്റുമോ നിങ്ങൾ പോയി കേൾക്കുക. എത്രത്തോളം കേൾക്കാൻ പറ്റിയാൽ നമ്മുടെ ഹൃദയം തിരിക്കുന്ന വചനമായിരിക്കണം. നമ്മുടെ ഹൃദയം ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും മോഹത്തിൽ നിന്നും തിരിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വചനമായിരിക്കണം. എന്തോരം കേട്ടാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് നമ്മുടെ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ വെളിപ്പാട് 1:6 പറയുന്നു, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ ക്രിസ്തുവിൽ നിന്ന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. രാജ്യമല്ല, അവിടെ കിങ്സ് ആൻഡ് പ്രീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? വിട്ടുപോകുന്നു. ഒട്ടൊരു കാര്യങ്ങൾ വിട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ലൂക്കോസ് 19-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അല്ല അത് വേറൊരു ഉപമേ അല്ലേ? 10 ദാസന്മാരെ വിളിച്ചു, അവർക്ക് 10 രാത്രി വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീ എന്ന് പറഞ്ഞു. അവൻ്റെ പൗരന്മാരും അവനെ പകച്ചു, അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്ന സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. 1-ാമത്തവൻ വന്നു, കർത്താവ് അല്ലേ യജമാനൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ 1-ാമത്തവൻ അടുത്ത് വന്നു. 1 കിട്ടിയവൻ 10 സമ്പാദിച്ചു, കർത്താവിന് യജമാനന്റെ പക്കൽ കൊടുത്തു. യജമാനൻ പറഞ്ഞു, നീ ഒരു പണി 10 പട്ടണങ്ങൾക്ക് രാജാവായിരിക്കുക. വേറൊരുത്തിൽ കഴിവ് കുറവാണ്, സംസാരിക്കാൻ കഴിവില്ല, എന്നെ പോലെയൊക്കെ വിക്കലും പറയലൊക്കെ ആയിരിക്കുന്ന വേറൊരുത്തം വന്ന് അവനും കിട്ടി ഒരു റാത്തിന്. അവനും യജമാനം വന്നപ്പോൾ, യജമാനെ എന്നെ കൂടെ ഇത്രയേ പറ്റുള്ളൂ, വലിയ സംസാരിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല നമുക്ക്, എന്നതുകൊണ്ട് 5 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ യജമാനം പറഞ്ഞു, ഒരു പണി നീ 5 പട്ടണത്തിന് രാജാവായിക്കോ. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 5ഉം 10ഉം 100ഒക്കെ പട്ടണത്തിൽ ഭരിക്കാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുക. നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഒന്നാണെങ്കിലും 2 5 10 നമുക്കെല്ലാം പുത്രത്വം തന്നെയാണ് നമ്മുടെയൊക്കെ അവകാശം, ഒരേ അവകാശം തന്നെയാണ്. മറന്നു പോകരുത്. അതുകൊണ്ട് ദാനിയേൽ 2-ാം 44-ാം വാക്യം പറയുന്ന പോലെ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്വനായ ദൈവം നമ്മൾ ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ലൂക്കോസ് 22:29-30 പറയുന്നു, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോട് കൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അപ്പം ഒരു കാര്യമുണ്ട്, കർത്താവിനോട് കൂടെ നിൽക്കാൻ പഠിക്കണം നമ്മൾ.
അല്ലെങ്കിൽ ലോകക്കാരൊന്നും നമുക്ക് തിരിയുമ്പോൾ നമുക്കിതിൽ നിന്നെയും പരിഹാസം പറയുമ്പോൾ നമ്മളിത് പൊടി തട്ടിക്കളഞ്ഞ് തിരിഞ്ഞു പോയേക്കരുത്. കർത്താവിൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളൂ, കഷ്ടമാണ് എനിക്ക്, അല്ലേ, പണ്ട് മര്യാദക്ക് ജോലിയെടുത്ത് ജീവിച്ചതാ എന്നൊക്കെ മറിച്ച് തലയൊറിയാൻ നിൽക്കരുത്. കർത്താവിൻ്റെ കൂടെ വരുമെങ്കിൽ അവൻ്റെ ക്രൂശെടുത്ത് അവനിൽ പൗലോസ് പറഞ്ഞതുപോലെ നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ അടിച്ചോളാം ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒന്നും കുറവില്ല, വേറെ കാര്യം എങ്കിൽ പോലും പറയാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതാ ഞാൻ റെഡിയാ എൻ്റെ കർത്താവിന് വേണ്ടി തല്ലുകൊള്ളാനെന്ന് പറയുന്നില്ലേ. നമുക്ക് ചരിത്രമുണ്ട്. അപ്പോസ്തലന്മാരിൽ ഒരുത്തനൊഴിച്ച്, അപ്പോസ്തലനായ യോഹന്നാൻ ഒഴിച്ച് ബാക്കി ഒക്കെ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ പെടുമരണമായിരുന്നു ഏക്കത്തിന്. അങ്ങനെയല്ലേ, അല്ലേ? യാക്കോബൊക്കെ വാളിന് ഛേദിച്ച് കളയ ഏക്കത്തിന്. പത്രോസ് ഒരിക്കൽ പണ്ടേ ഒരു പേടി നാട്ടുഭാഷ പറഞ്ഞ പേടി തൂറാണല്ലോ പുള്ളി പത്രോസ്. ആൾക്കാരൊക്കെ പുറകെ വന്നപ്പോൾ വൃദ്ധനാ മനുഷ്യ, ആൾക്കാരൊക്കെ പിടിക്കാൻ വന്നപ്പോൾ പുള്ളി ഓടിക്കളഞ്ഞ്, കർത്താവിനിട്ട് ഓടിക്കളഞ്ഞ്. പക്ഷെ വഴിയാത്രയിൽ കർത്താവ് പ്രത്യക്ഷനായെന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. നീ എവിടെ പോണെന്ന് ചോദിച്ചു, ആത്മാവിൽ ഇടപെട്ട് കാണുമായിരിക്കും. എവിടെ പോണെന്ന് ചോദിച്ചു, അവരൊക്കെ പിടിക്കാൻ വരികയെന്നൊക്കെ പറയും. പുള്ളി പത്രോസ് ഓടുകയാണെന്നത്. പത്രോസ് എടാ ഞാൻ എന്തിനാ ഞാൻ വിളിച്ചത് നിന്നെ, ആ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ പറയും. കർത്താവ് ഒരുപാട് കാര്യം സംസാരിച്ചാൽ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ പത്രോസ് അവിടെ വെച്ച് ബലം പ്രാപിച്ചിട്ട് വീണ്ടും പോയി പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ കൊല്ലും ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിനെ കൊന്നതുപോലെ കൊല്ലരുത്, തല കീഴാക്കി അവൻ്റെ കാലുകൾ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് തല കീഴായി അവനെ ക്രൂശ് ചേർത്തുനോക്കി. എത്ര മനോഹരമാണെന്നറിയാം അതൊക്കെയും. പത്രോസ് എന്നിട്ട് പേടിച്ചു പോയി, വയസ്സായപ്പോൾ എന്നിട്ട് പേടിച്ചു അദ്ദേഹം. എന്താണെങ്കിലും ഞാൻ പറയാൻ പോയി ഒരുപാട്. ആ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് ഞാൻ വേറെ ക്ലാസ് എടുക്കേണ്ടി വരും. അവസാനം അപ്പോസ്തലനായ യോഹന്നാനൊക്കെ നമുക്ക് വിചാരിക്കും യോഹന്നാൻ നല്ല മനുഷ്യനല്ലേ, ഒന്നുമല്ല. ഇവരനുഭവിച്ചേക്കാളും കൂടുതൽ കഷ്ടം അനുഭവിച്ച ആളാണ് യോഹന്നാൻ സ്ഥാപകൻ. പക്ഷേ അദ്ദേഹത്തേക്ക് അവസാനം എന്താ പറയുക, തിളയ്ക്കുന്ന തീ എണ്ണയിലേക്ക് ഇട്ട് ആദ്യം വെട്ട നോക്കി, പിന്നെ വെളിച്ചെണ്ണ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ പുള്ളി പറയുക, എനിക്ക് തണുത്തിട്ട് വയ്യേ എന്നാ പുള്ളി പറയുന്നത്. ഒരുപാട് പല വിധത്തിൽ ഒരുപാട് ചരിത്രം പഠിച്ച് പല ആവർത്തിച്ച് കൊല്ലാൻ നോക്കി ഇവർ അപ്പോസ്തലനായ യോഹന്നാനെ. പക്ഷെ പറ്റിയില്ല പുള്ളീനെ. അവസാനം പത്മോസിലേക്ക് നാട് കടത്തി. പാമോസ് എന്ന് പറയുന്ന ആ പാമോസ് പനമരങ്ങൾ തിങ്ങി നിൽക്കുന്ന പാമോസ് എന്ന് പറയുന്ന ദ്വീപിൽ പോയി. അങ്ങനെ പത്മോസ് ദ്വീപായി മാറിയത്. അദ്ദേഹത്തെ അവിടെ കടത്തിവിട്ട് അവസാനം പുള്ളി അവിടെ വെച്ച് ഇതൊക്കെ എഴുതി. അവസാനം വേറൊരു രാജാവിടെ ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്ക് എത്ര ചരിത്രങ്ങൾ പഠിച്ചാൽ ഒരുപാട് കഷ്ടങ്ങൾ തീച്ചുള്ളി കടന്നുപോയാൽ നമ്മുടെ അപ്പോസ്തലന്മാർ എല്ലാവരും. ഇന്ന് അറിയാമോ, സ്വർണ്ണനിത്യതയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ആരെയും വഴക്ക് പറഞ്ഞു, ആരെയും കളിയാക്കി എന്ന് പറഞ്ഞ് ഇട്ടേച്ച് എറിഞ്ഞു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. മരിക്കേണ്ടി വന്നാലും അവരുടെ കാലുകൾ ചുംബിച്ചുകൊണ്ട് ആ നിത്യയുടെ പ്രത്യാശയിൽ മരിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. ഞാൻ നിങ്ങൾ ഉറപ്പിക്കുക, ലോകം നമുക്ക് ഈ ലോകത്തിൽ നോക്കിയാൽ, യൂട്യൂബ് നോക്കി എവിടെ നോക്കിയാലും ലോകം തരാമെന്നാണ് പറയുന്നത്. ലോകമെല്ലാം ലോകത്തിലെ അതിനെ പുറകെ പോകുന്നത്. ഈ എന്താ പറയുക, സമുദ്രയുടെ സുവിശേഷവും അതും ഇതും ഒക്കെ പറഞ്ഞ് അതൊക്കെ അവിടെ വിട്ടേക്ക്. ഞാൻ പറയാം, അതൊക്കെ ഈ ലോകത്തിൽ പിശാച് കൊണ്ടുവന്ന മറ്റൊരു ഉപദേശങ്ങളതെല്ലാം, മറ്റൊരു ക്രിസ്തു, മറ്റൊരു യേശു എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റൊരു ആത്മാവെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കൊന്നേ ഉള്ളൂ, നമ്മുടെ ഒറ്റ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. നമ്മളെ കർത്താവിനെ പോലെ ആയി മാറാനുള്ള ജീവിതത്തിൽ തയ്യാറെടുപ്പാണ് നമുക്ക്. ഈ ലോകം ഇത്രയ്ക്കേ ഉള്ളൂ നമുക്കിത്. ആ കാര്യം വിട്ടുപോയാൽ നഷ്ടം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കിട്ടുന്ന സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ്. വളരെ എന്താ പറയുക, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓടുന്നില്ലെങ്കിൽ, നമ്മുടെ സമയങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ സമയം ഒരിക്കലും തിരിച്ചു വരത്തില്ല. കാരണം കർത്താവ് സമയത്തിന്മേൽ പ്രവർത്തിക്കുന്ന കർത്താവാണ്. കർത്താവ് ജീവിക്കുന്നത് സമയത്തിനപ്പുറമാണ്, നിത്യതയില്ല. നിത്യത എന്ന് പറഞ്ഞാൽ സമയത്തിനപ്പുറം. സമയമില്ല, അതുമില്ല, അന്ത്യമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് സമയത്തിനുള്ളിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിലെ പ്രവൃത്തി പോലും സമയത്തിനുള്ളിൽ. നമ്മുടെ ടൈമെക്കുറിച്ച് ക്ലാസ് നിങ്ങൾ വീണ്ടും കേട്ടാൽ നല്ല മനോഹരമായ ക്ലാസ്. ടൈം അതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ആദ്യമുണ്ട്, അവസാനമുണ്ട്. പക്ഷേ ഇതിന് വിട്ടുപോകുമ്പോൾ നമ്മൾ നിത്യതയിലേക്കായിരിക്കണം പോകേണ്ട കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പിതാവ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ ആണോ? നിലനിൽക്കുന്നുണ്ടോ? പരീക്ഷ വരുമ്പോൾ അതോ പൊടി തട്ടി ഓടിക്കളയോ, അതോ പിറുപിറുക്കോ, അതോ 7, 21, 31, 41 ഇരിക്കുമോ? പ്രശ്നം വിട്ടുപോകാൻ വേണ്ടി ഒന്നുമല്ല. അങ്ങോട്ട് ആ പാനപാത്രം അങ്ങോട്ട് രുചിച്ച് കുടിച്ച കറക്കിക്കണം. കർത്താവ് സ്തോത്രം പറഞ്ഞുകൊണ്ട്. അത് കഷ്ടമാകും, നിന്നയാവും, രോഗമാവും, പീഡയാകാം, അല്ലേ, ശമ്പളമില്ലായ്മ, എന്തുവാകട്ടെ, ആ പാനപാത്രം അങ്ങോട്ട് രുചിച്ച് വലിച്ച കുടിക്കുക. സ്തോത്രം പറയുക നമുക്ക് ദൈവത്തിന്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്നിട്ട് പറയും, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. അല്ലേ, കർത്താവ് ദൈവത്തിന്, നമ്മുടെ ദൈവം പുത്രന് തൻ്റെ രാജ്യത്തെ മുഴുവനും, ഭൂമിയിലെ മുഴുവൻ അധികാരം കൊടുക്കുമ്പോൾ അതിലോരോ ഭാഗങ്ങൾക്ക് നമുക്ക് മുറിച്ചു തരാൻ പോവുകയാണ്. ഇളംകുളമൊക്കെ ആര് ഭരിക്കും ആർക്കറിയാം? എനിക്കറിയത്തില്ല ഇളംകുളം ഭരിക്കാൻ പോകുന്നതൊക്കെ. എന്നുമാകട്ടെ, എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭരിക്കും, നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലേ? എന്നുമാകട്ടെ, ഈ ആയുസ്
പറഞ്ഞതുപോലെ പരീക്ഷയെ നിലനിൽപ്പാനുള്ള ഒരു സന്തോഷം. നമുക്ക് എന്തു വന്നാലും ജീവിതത്തിൽ തിന്മയെ നമുക്കുണ്ടാകും, നന്മ പ്രതീക്ഷിച്ച് കർത്താവിൻ്റെ അടുക്ക് വരരുത്. കർത്താവിൽ വന്നാൽ ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല, നഷ്ടങ്ങളേ ഉള്ളൂ നമുക്ക്. നല്ല ഭക്തന്മാരെ പഠിച്ചാൽ അവസാനം ജീവൻ വരെ കൊടുത്തിട്ട് എല്ലാവരും പോകുന്നത്. ക്രിസ്തുവിൽ വന്നാൽ ലാഭമേ ഇല്ല എന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ലാഭമല്ല, കർത്താവിൽ വന്ന നഷ്ടങ്ങളേ ഉള്ളൂ, സമ്പത്ത് നഷ്ടം. നമുക്കെന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തു വന്നപ്പോൾ അന്ന് സൈക്കിളായിട്ട് വന്നത്, ഇപ്പോൾ മക്കളൊക്കെ അങ്ങ് ഉയരങ്ങളിൽ അതായി വലിയ ആളായിക്കുക. നമ്മൾ അതാ പറയുന്നത്. സത്യത്തിൽ വേദോസം പഠിച്ചാൽ ഒന്നുമില്ല, എന്താ പറയുക, എള്ളതും കൂടി പോയി പോകുന്ന കർത്താവ് പഠിപ്പിക്കുന്നത്. പിന്നെ തന്നത് കൃപയാൽ കിട്ടിയതാ, നമ്മൾ അതിനാണ് നിഗളിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കർത്താവിന് ഉദ്ദേശമുണ്ട്. എൻ്റെ മക്കളെ ഒരുപക്ഷെ ഡോക്ടറാക്കിയോ എഞ്ചിനീയർ ആക്കിയോ വക്കീലാക്കിയോ കർത്താവിന് ഉദ്ദേശമുണ്ട്. അവരെ കൊണ്ട് ദൈവരാജ്യം പണിയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമ്മൾ അവരെ പിടിച്ചിട്ട് ഒരു സിംഹാസനത്തിൽ അവിടെ UK നിർത്തി അവിടെ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് അവനെ കൊണ്ട് അവിടെ ഒരു ഗുണമുണ്ട്. എഞ്ചിനീയർ ആക്കിയത് എഞ്ചിനീയർമാരുടെ ഇടയിൽ സുശീലം പറയാൻ വേണ്ടിയാണ്. അവനെ ഡോക്ടറാക്കി ഡോക്ടർമാരെയും രോഗികളെടുക്ക് സുശീലം പറയാൻ വേണ്ടിയാണ് ദൈവം അവരെ ഡോക്ടറാക്കിയത്. നമ്മൾ അവനെ കൊണ്ട് അല്ലേ ജർമ്മനിയിലാക്കി ഡോക്ടറാക്കി വെച്ചിരിക്കുക. നീ അവിടെ ഇരുന്നോ, അതാ നല്ലത്. നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ ഫോക്കസ് എന്നും നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ദൈവരായിട്ടുള്ള നിത്യമുള്ള ലാക്കിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ. ഇന്ന് ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പറയാൻ പറ്റും ഈ വാക്കുകൾ എത്ര മാത്രം വിലയേറിയതാണെന്ന്. ബുദ്ധിയുള്ളവന്മാർ ഇപ്പോൾ അത് ഗ്രഹിച്ചറിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഈ സമയത്ത് നമ്മളെല്ലാം അപ്പുറത്തേക്ക് മാറ്റുകയാണ്. ഞാൻ ഇനി ജീവിക്കാൻ പോകുന്ന ആ നിത്യമായ ലോകത്തിൽ, കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോകത്തിലേക്ക് എൻ്റെ എല്ലാം അങ്ങോട്ട് ഞാൻ തട്ടിച്ച് മാറ്റുകയാണ്. ഇവിടെ എൻ്റെ ആയുസ് അത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടല്ലേ, എൻ്റെ സമ്പത്ത് കൺവേർട്ട് ചെയ്തിട്ട് നീതിയാക്കി മാറ്റുന്നു. എൻ്റെ ആരോഗ്യം ഇവിടെ എല്ലാം കർത്താവിന് വേണ്ടി വിട്ടിട്ട് അതെല്ലാം ഞാൻ സ്വർഗത്തിലേക്ക് നിത്യത്തിലേക്ക് മാറ്റുകയാണ്. അല്ലേ, എൻ്റെ ഇൻഫ്ലുവൻസുകളിൽ എൻ്റെ ബന്ധങ്ങളൊക്കെ ഞാൻ അവരെ മാക്സിമം അതിലേക്ക് മാറ്റുകയല്ല. എന്നറിയാമോ, ഞാൻ അവിടെ പോകേണ്ട ആളായതുകൊണ്ട്, അവിടെ നിത്യമായി ജീവിക്കേണ്ടവനായതുകൊണ്ട് എൻ്റെ എന്തും, എൻ്റെ ആരോഗ്യം, ഞാൻ പറഞ്ഞില്ലേ പണ്ട് പറഞ്ഞില്ലേ ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആർട്ടിസ്റ്റ് ആവാൻ കാരണം എൻ്റെ അച്ഛൻ ഫുൾ ടൈം തണ്ണിയാണ്, കോർപ്പറേഷനിലായാലേ എല്ലാ ദിവസവും വെള്ളമാണ് പുള്ളിക്കാരൻ. അപ്പോൾ അദ്ദേഹത്തെ വരുമ്പോൾ അമ്മേനെ ഇടിക്കുന്നത് ഒച്ചപ്പാടും ബഹളമൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ വേറെ വഴിയില്ല, ഒരു മൂലക്ക് കസേര മേശയൊക്കെ ഇട്ട് പിന്നെ അവസാനം പേനയും പെൻസിലൊക്കെ എടുത്ത് വരക്കാൻ തുടങ്ങി. അങ്ങനെ ആർട്ടിസ്റ്റായി പോയതാ, വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷേ ആർട്ടിസ്റ്റ് പണി പഠിച്ചു. പക്ഷേ അതിനുശേഷം ഞാനത് വിട്ട് കളഞ്ഞു. പിന്നെ വിവാഹം കഴിഞ്ഞ് പിന്നെ കുറേ നാൾ ഉപയോഗിച്ചില്ല. പക്ഷേ കർത്താവ് വന്നപ്പോൾ കർത്താവ് എന്നെ ആ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും പുതുക്കി. ആർട്ടിസ്റ്റായിട്ട് പോയിട്ടില്ല, പേടിക്കുന്ന വേണ്ട. അതൊക്കെ പഠിച്ച് വേറൊരു രൂപത്തിൽ, ഇതുപോലെ കമ്പ്യൂട്ടറിലൂടെയൊക്കെ വേറൊരു രൂപത്തിലും ഭാവത്തിലും ഞാൻ വീണ്ടും അവതരിപ്പിച്ചു. കാരണം എൻ്റെ ഏത് കഴിവുകളും ഇപ്പോൾ ദൈവരാജ്യത്തെ ഗുണം ചെയ്യുകയാണ്. കാരണം സാക്ഷ്യം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ഓർമ്മയിലേക്ക് നൂറുകണക്കിന് ഓടി വരികയാണ് എൻ്റെ അകത്തേക്ക്. കാരണം തമിഴ്നാടും നോർത്ത് ഇന്ത്യയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കൂടെ വന്നക്കാർക്ക് അറിയാം, വൃദ്ധന്മാരായവർ, ഒന്നും അറിയാത്ത, എന്താ പറയുക, എഴുത്തും വായനയും അറിയാത്ത ആൾക്കാർ വന്ന് ചമ്പളം കൂട്ടിയിട്ട് ഇങ്ങനെ കാലിട്ടിരിക്കും. ഒരു 10 മിനിറ്റ് പോലും ഇരിക്കാത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടില്ല, എത്ര മണിക്കൂർ വേണം ഇരുന്നടത്ത്, സാധാ പായ്ബലിരിക്കുന്നത് ഇരുന്നടത്തിരിക്കുക. അതറിയാമോ, പടങ്ങൾ കണ്ടു പറയും, പാസ്റ്റേ ഇങ്ങനെയല്ല നമ്മൾ നിത്യതയിൽ പോകണമെന്ന്. അവരകത്തത് വീണ് ഹല്ലേലൂയ പടങ്ങളിലൂടെയെങ്കിലും കണ്ട് അവർ ആ സുവിശേഷം മനസ്സിലാക്കി. എത്രയോ സ്ഥലങ്ങളിൽ പറയാൻ ഇഷ്ടം പോലെ ഓടി വരികയാണ്. കാരണം നമ്മുടെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുക ഏതിലേക്കാ? ദൈവരാജ്യത്തിലേക്ക്. നമ്മൾ അവിടെ പോകാൻ ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യമുണ്ട്, അവരുടെ പരീക്ഷയിൽ നമ്മൾ നിൽക്കണം. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ ഇല്ലേ, ഇല്ലെങ്കിൽ പടയം പട്ടാളം വരുമ്പോൾ ഞാനൊക്കെ ഇട്ടേച്ച് വേറെ വഴിക്ക് പോകണം. പക്ഷേ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, പോകുന്നതിന് മുമ്പായിട്ടില്ലേ ഇതെല്ലാം ആ പരീക്ഷയിൽ നമ്മളും കൂടെ നിൽക്കണം എന്നുള്ള വലിയ കർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ കർത്താവ് നമുക്ക് രാജ്യങ്ങൾ നമുക്ക് നിയമിച്ച് തരുമെന്നുള്ള കാര്യം മാറ്റമില്ല. പറഞ്ഞവൻ ദൈവമാണ് അല്ലേ. ഉൽപ്പത്തി 3:15 പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവ് 4000 വർഷം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ വന്ന് ഭരിച്ചു. പറഞ്ഞവൻ ചെയ്ത് കാണിച്ചു. അങ്ങനെയെങ്കിൽ വീണ്ടും അവനെ ഉയർത്തെഴുത്ത് പറഞ്ഞു, ഞാൻ വീണ്ടും നിങ്ങളെ ചേർപ്പാൻ വരുമെന്ന് പറഞ്ഞു. പറഞ്ഞവൻ അത് ചെയ്തിട്ടേയിരിക്കുകയുള്ളൂ നമ്മുടെ കർത്താവ്, അല്ലാതെ മാറിപ്പോകുന്ന ദൈവമല്ല. 1000ഓളം പ്രവചനങ്ങൾ വേദോസ്തി പഠിപ്പിക്കും. 1000ഓളം പ്രവചനങ്ങൾ, 900 അധികം പ്രവചനങ്ങളുണ്ട് നമുക്ക്. അതിൽ 300ഓളം പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കർത്താവ് ഭൂമിയിലേക്ക് കഴിഞ്ഞ നാളുകളിൽ ഇറങ്ങി വന്നതാണ്. അതിനുശേഷം 2000 വർഷമാകാൻ പോകുന്നു. എന്തോരം പ്രവചനങ്ങൾ കൺമുമ്പിൽ നടന്നു. ഞങ്ങൾക്ക് 2009 ഈ എന്താ പറയുക, ബാർകോഡിനെ കുറിച്ച്, ചിപ്പിനെ കുറിച്ചും വണ്ടി ഫാസ്റ്റാഗ്, വണ്ടി അങ്ങോട്ട് പോകുന്ന ഫാസ്റ്റാഗിനെ കുറിച്ചൊക്കെ അന്ന് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ ഭ്രാന്താന്ന് പറഞ്ഞു എനിക്ക്. പക്ഷേ ഭ്രാന്തണ്ടായിട്ടില്ല, വേദവസം പഠിച്ചെന്ന് മനസ്സിലാക്കിയതാ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ കൺമുമ്പിൽ സംഭവിച്ചപ്പോൾ അതെല്ലാം എത്രയോ അതിമഹത്തായി ഈ പറഞ്ഞവരൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ മാസം, അടുത്ത മാസം നമുക്ക് ക്ലാസ് ഉണ്ട് തേനിൽ. പഴയ ആൾക്കാർ വീണ്ടും നമ്മളെ വിളിക്കുക. എന്തുവാകട്ടെ, കർത്താവ് അനുവദിച്ചു പോയി നമ്മൾ പോകും. സന്തോഷമാണ് നിങ്ങൾക്ക്. ഞാൻ നിർത്തിക്കോട്ടെ, സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
പാട്ടുകാർ കയറിക്കോട്ടെ. അതുകൊണ്ട് കർത്താവ് നമുക്ക് ആ കിങ്ഡത്തിൽ രാജഭരണം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാലാഖി പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യം പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ ആഴമായി പഠിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ നമ്മളെ കുറിച്ച് പറയുന്നു, അവർ എനിക്ക് നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളെ യഹോവ അരുൾ ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ഷാളൊക്കെ പുതപ്പിച്ച് ആദരിക്കും, അല്ലെങ്കിൽ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് രാജാവ് വാഴിക്കുമെന്ന കർത്താവിന്റെ ഉപദേശം അല്ലേ. എന്താ പറയുക? അപ്പോൾ നിങ്ങൾ നീതിമാന്മാരും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും ഇപ്പോൾ സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും വാക്കൊക്കെ വീണ്ടും കാണും. വാക്യം ഒരു പ്രത്യേക വാക്ക്, കാണുമെന്നല്ല, വീണ്ടും കാണുമെന്ന. ഇന്ന് പലപ്പോഴും നമുക്കൊരു അവസരം ദൈവം തരിക. സേവിക്കാനുള്ള അവസരമുണ്ട്, സേവിക്കാതിരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അല്ലേ, ദുഷ്ടന്മാരായിട്ട് ജീവിക്കാൻ അവസരമുണ്ട്, നീതിമാനായി ജീവിക്കാൻ അവസരമുണ്ട്. ഇന്ന് ഈ അവസരം നമ്മൾ ചെയ്താൽ വീണ്ടും കാണുവാനുള്ളൊരു ദിവസം നമുക്ക് വരും. ഹല്ലേലൂയ! എത്ര മനോഹരമായ വേദവാക്യം എന്നറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയുക, ദൈവദാസന്മാർക്കുള്ള ക്ലാസ് നമുക്ക് ഓരോരുണ്ട്. അതിൽ ഞാൻ ആഴമായി പഠിപ്പിക്കുന്ന വലിയ വലിയ ക്ലാസ്സാണ്. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ മാലാഖി പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച കാര്യമാണ്. എൻ്റെ ടോപ്പിക്കിൻ്റെ പേര് ദൈവവേലയുടെ മഹത്വം എന്നാണ്. ആ ടോപ്പിക്കിൻ്റെ പേര് തന്നെ. നമ്മൾ ചെയ്യുന്ന വേലയുടെ മഹത്വം നമ്മളൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഹലോ, ഇന്ന് ചെയ്യുന്ന ചെറിയ ശുശ്രൂഷ, ഒരുപക്ഷെ ഹൗസ് ചർച്ച് ലീഡർ ആയിരിക്കാം, ഒരുപക്ഷെ എന്താ പറയുക സഭയിൽ കസേര പിടിച്ചിരുന്ന എന്തുമാകട്ടെ, കൃപക്കൊത്തവണ്ണം ഞാനൊരു മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ആ ഒരു ദിവസം അന്ന് അല്ലേ, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും ആ നാളിൽ കാണാനിടയായിത്തീരും. എത്ര മനോഹരമാണെന്നറിയാമോ? കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ദാനിയേൽ 7:21 പറയുന്നു, വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്കും ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരുവോളം ചെയ്യുവോളം എന്നൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് യാക്കോബ് 2:5 പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അല്ലേ, നിങ്ങളോ ദരിദ്രന്മാരെ അപമാനിക്കുന്നു. ഞാൻ ദൈവരാജ്യവും സമ്പത്തും ക്ലാസ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ദരിദ്രന്മാരെ കുറിച്ച് ആഴമായി എടുക്കും നമ്മൾ. പക്ഷെ അത്രയും ആഴമായ മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന വാക്കാണ് ദരിദ്രന്മാർ. അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, പൗലോസ് പറഞ്ഞില്ലേ, നീ ദരിദ്രന്മാരെ ഓർത്തുകൊള്ളുന്ന വാക്കൊക്കെ അത്രയും ആഴമേറിയ വാക്കാണ്. അതൊക്കെ ശ്രദ്ധിച്ച് ചേർത്ത് പിടിച്ചു മരണം വരെ പൗലോസൊക്കെ തന്റെ ജീവിതത്തിലൊക്കെ. ലൂക്കോസ് 22-ാം അധ്യായം 29-30 വായിക്കുമ്പോൾ, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തർക്കവും അവരുടെ ഉണ്ടായതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് അല്പമായി സംസാരിക്കും. സന്തോഷമാണോ? നമ്മുടെ സമയം കഴിഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ക്ഷീണിച്ചോ കേട്ടത്? ഞാൻ ഇത്തിരി സ്പീഡ് കൂടുതലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് നമ്മൾ ഒന്ന് പഠിച്ച കാര്യമാണ്. യൂട്യൂബിൽ അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് ഉണ്ട്. എന്നാൽ പോലും ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് കേൾക്കുക, പഠിക്കുക, വീട്ടിൽ കാണുക. നമ്മുടെ ക്ലാസ്സുകളിൽ വീണ്ടും ആരംഭിക്കും. നമ്മളൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഓക്കെ. അപ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക്